ആമേൻ. നിങ്ങളോട് കർത്താവ് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാ ആഴത്തിലിടപെടട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ദൈവവചനം ലഭിച്ചു. ആ ദൈവവചനം പങ്കുവെക്കുകയാണ്. ഇത് ഒരു പഠനമായ ദൈവവചനമല്ല, മറിച്ച് ഒരു ദൈവശബ്ദം അല്ല, ഒരു പ്രവചനം, ഒരു ദൈവവചനത്തിൻ്റെ ദൂതാണ്. നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ തൊടുന്ന നിമിഷങ്ങളായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? കൈകളെ ഉയർത്തി ആമേൻ. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചനത്തിലേക്ക് യാത്ര ചെയ്യാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഉണർവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ ദൈവ പദ്ധതിയാൽ ജനിക്കപ്പെട്ടു. സത്യത്തിൽ അവൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവൻ്റെ ജനനം പോലും ഒരു വിശേഷതയുള്ളതായിരുന്നു. ആമേൻ. അവൻ കേട്ട ദൈവശബ്ദങ്ങൾ വിശേഷതയുള്ളതായിരുന്നു. ഞാൻ ഇന്നിത് പറയുമ്പോൾ ഇതുപോലെ ചില വിശേഷമായ ദൈവശബ്ദം വഹിക്കുന്ന ചിലർ ഇതിൻ്റെ നടുവിലുണ്ട്. മറ്റാരോടും പറയാത്ത ചില ദൂതുകൾ നിനക്ക് വേണ്ടി മാത്രം ദൈവം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. മറ്റാർക്കും ഇല്ലാത്ത ചില വിശേഷമായ കൃപയും ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആമേൻ. ഈ അവനോട് ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞൊരു ദൂതാണ്, അല്ലെങ്കിൽ ദൂതൻ മുഖാന്തരം പറഞ്ഞൊരു ദൂതാണ്. അവൻ വീഞ്ഞും മദ്യവും കുടിക്കയില്ല. കേട്ടില്ല? വീഞ്ഞും മദ്യവും കുടിക്കയില്ല. കൊടുത്താലും കുടിക്കുകയില്ല. സ്തോത്രം. കാരണം അവനെ ദൈവം സെറ്റ് ചെയ്തേക്കുന്ന അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ചില ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം ചിലരെ സെറ്റ് ചെയ്യുകയാണ്. പലർ പരാജയപ്പെടുന്ന ഏരിയകളെ അതിജീവിക്കത്തക്കവണ്ണം ചിലരെ ദൈവം പ്രത്യേകമായി സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കർത്താവിൽ ഇന്ന് ഈ വചനം ഇവിടെ കൈമാറുമ്പോൾ പലർ പരാജയപ്പെടുന്ന ഏരിയകളിൽ, പലർ തകരപ്പെടുന്ന ഏരിയകളിൽ നീ തകരത്തില്ലെന്നൊരു ദൈവത്തിൻ്റെ ദൂത് ഞാൻ ആരംഭത്തിലേ തരുന്നു. നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോ. അനേകർ തകരുന്ന ഇടത്ത് നീ തകരത്തില്ല. അത് നിന്നോടുള്ള ദൈവത്തിൻ്റെ ഒരു ഫേവറാണ്. ഗ്ലോറി, ഗ്ലോറി. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. വചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ പഴയ നിയമത്തിലൊരു സീസണ് വേണ്ടി ദൈവം ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു. സ്തോത്രം. ആമേൻ. ശിംശോൻ. എന്നാൽ ശിംശോന്റെ പിതാവിനോട് സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞു, അവന് വീഞ്ഞു കൊടുക്കരുത്. എന്നിട്ട് പറഞ്ഞു, കൊടുക്കരുത്, സൂക്ഷിച്ചോണം, അവൻ കിട്ടിയില്ലെങ്കിലും ഉണ്ടാക്കി കുടിക്കും. അങ്ങനത്തെ കുറേ പേരുണ്ട്. കേട്ടില്ല? കിട്ടിയില്ലെങ്കിൽ ഹല്ലേലൂയ അവൻ ഉണ്ടാക്കി കുടിക്കും. അതുകൊണ്ട് അപ്പനോടും മാതാപിതാക്കളോട് എടുത്തു പറഞ്ഞു, സൂക്ഷിച്ചോണം, ഈ വീഞ്ഞൊക്കെ ഉള്ള ഏരിയയിലൂടെ അവനെ വിടരുത്, അവൻ ആ ഒരു ഏരിയയിൽ വീക്കാ. ഹല്ലേലൂയ. ഈ ചില വീക്കായ ഏരിയകൾ ദൈവം നേരത്തെ പറയും. ആ ഏരിയയിൽ നീ ഒത്തിരി ബലപരീക്ഷണത്തിനൊന്നും പോകരുത്. ആ റൂട്ടും ഈ പാപത്തോട് മാത്രം ഭയങ്കര വീരവാദമൊന്നും കാണിക്കരുത്. വചനം പറയുന്നത് ഓടിക്കോടാനാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും പറഞ്ഞ് ആരും അവിടെ നിന്ന് ഒത്തിരി മസിലൊന്നും പിടിക്കരുത്.
ആമേൻ, ആമേൻ, ആമേൻ. ദൈവം പറയുന്നത് ഓടിക്കോളനാ പറയുന്നത്. ഹല്ലേലൂയ. കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശിംശോനോട് പറയുന്ന ദൂതാണ്, അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് പറയുന്ന ദൂതാണ്, കൊടുക്കരുത്, അവൻ കുടിച്ചു കളയും. ആമേൻ. പക്ഷേ ദൈവം ഒരു വലിയ ഉണർവിന് വേണ്ടി, ദൈവം ഒരു കാലഘട്ടത്തെ തിരിക്കുവാൻ വേണ്ടി, ദൈവം ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, അതിനുവേണ്ടി മാത്രം ജനിപ്പിച്ച, അതിനുവേണ്ടി മാത്രം ജന്മമെടുത്ത ഒരു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. ഒന്നും കൊടുത്താൽ അവൻ ആകർഷിക്കപ്പെടത്തില്ല. ഞാൻ അവനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, ഇതുപോലെ ചിലതിനെ ദൈവം ആത്മാവിൽ രൂപകൽപ്പന ചെയ്യാൻ പോകുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ കൈകളെ തട്ടിയത് ഏറ്റെടുത്തോ. ചിലതിനെ ദൈവം ഇങ്ങനെ പണിതെടുക്കാൻ പോകുകയാണ്, പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. കാരണം നീ ഒരു തലമുറയെ തിരിക്കാനുള്ളതാണ്, നീ ഒരു ജനറേഷനെ ദൈവത്തിങ്കിലേക്ക് നടത്താനുള്ളതാണ്, നിന്നിലൂടെ ദൈവത്തിന് ചില പുത്തൻ വഴി വെട്ടാനുള്ളതാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേക ശബ്ദമാണ് നീ, ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലിന് വേണ്ടി കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് നിന്നെ ദൈവം ഒരു പ്രത്യേക നിലയിലേക്ക് മാറ്റാൻ പോകുകയാണ്. എത്ര പേർ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു? ചിലതിനെയൊക്കെ ജയിക്കത്തക്കവണ്ണം, ചിലതിനെയൊക്കെ ഓവർകം ചെയ്യത്തക്കവണ്ണം, ചിലതിന്റെ മേലെല്ലാം ജയം പുരക്കത്തക്കവണ്ണം ഇതിനകത്ത് ചിലരെ ദൈവം ശക്തീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞേറ്റെടുത്ത്, ആമേൻ പറഞ്ഞേറ്റെടുത്ത്. പലർ തകർന്നിടത്ത് നീ തകരത്തില്ല, പലർ ഉടഞ്ഞിടത്ത് നീ ഉടയത്തില്ല, പലർ നശിച്ചിടത്ത് നീ നശിക്കത്തില്ല. പലരുടെ ജീവിതത്തെ ഇല്ലായ്മകൾ ചെയ്ത പലതിനെയും അതിജീവിക്കാനും അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാനും നിന്റെ മേലൊരു പ്രത്യേക ദൈവിക കൃപയെ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. Oh Jesus, receive Lord. പ്രാപിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ചില പ്രത്യേകമായ ക്യാരക്ടർ പ്രാപിക്കട്ടെ. ആമേൻ. എടുത്തു പറയാണ്, വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയില്ല. എന്തൊരു ജയമല്ലേ! അതാണ് ദൈവം ചില പദ്ധതികൾക്ക് വേണ്ടി കണ്ടവരെ ചില ഏറികളിൽ അങ്ങ് ഭയങ്കരമായി സ്ട്രോങ് ആക്കും. ഞാൻ ഇന്ന് ഈ വചനം ഇവിടെ പറയുന്നത്, ആരെയൊക്കെയോ ദൈവം സ്ട്രോങ് ആക്കാൻ പോവാ, ആരെയൊക്കെയോ ദൈവം സ്ട്രോങ് ആക്കാൻ പോവാ. ആ മനുഷ്യൻ ഭയങ്കര ശുശ്രൂഷകൾ ചെയ്ത് നിങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ അതിൽ നിന്നൊരു പ്രവചന ദൂതാണ് പറയുന്നത്, എല്ലായിടത്തും കാണുന്നൊരു കാര്യമാണ്, അവൻ എവിടെ നിന്നാ ശുശ്രൂഷിക്കുന്നേ? മരുഭൂമിയിൽ നിന്ന് ചിലത് വിളിച്ചു പറയുകയാണ്. ഇന്ന് ഞാനതൊരു പ്രവചനം പോലെ നിങ്ങളോട് പറയുകയാണ്. ദൈവം നിങ്ങളോട് പറയുന്നു, മരുഭൂമികളിൽ നിന്ന് ചിലത് പറയുക. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്ന ഒരു ദൈവശബ്ദമാണ് നിങ്ങളോട് പറയുന്നത്. മരുഭൂമികളിൽ വിളിച്ചു പറയാൻ ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂമികളോട് ചിലത് സംസാരിക്കണം. ആമേൻ. മരുഭൂമി നിങ്ങൾക്കറിയാം, അവിടെ ജനങ്ങൾ ഒത്തിരി പാർക്കാറില്ല, അവിടെ വെള്ളമില്ല, അവിടെ ഊഷര മരുഭൂമിയാണ്, അവിടെ ഒന്നും കിളിർക്കത്തില്ല. സ്തോത്രം. ആരും അത് തിരഞ്ഞെടുക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അസഹനീയമായ ചൂടാണ്, അവിടെ വിഷപ്പാമ്പുകളുണ്ട്. അങ്ങനെ ഒരു വിധത്തിലും തുടരാൻ കഴിയാത്ത ഒരു തലമാണ് മരുഭൂമി. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ മരുഭൂമിയിൽ ചിലത് പറയണം.
ഇതിനകത്തിരിക്കുന്ന ചിലർ മരുഭൂമിക്ക് തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. കാണാൻ ഒന്നുമില്ല, പറയാൻ ഒന്നുമില്ല, പങ്കുവെക്കാൻ ഒന്നുമില്ല, എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. നീ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നനവുള്ള തോട്ടങ്ങളില്ല, എനിക്ക് പച്ചയായ ഇടങ്ങളില്ല, എന്റേത് മുഴുവൻ വരണ്ടതാണ്, തകർന്നതാണ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് യോഹന്നാൻ പറഞ്ഞതുപോലെ ഇന്ന് പറയുന്നു, ചിലത് നീ മരുഭൂമിയോട് സംസാരിക്കുക. ഓ റബ, ജീവിതത്തിന്റെ ചില മരുഭൂമികൾ നിനക്കുണ്ട്. അവിടെ നീ വാപൂട്ടി നിൽക്കരുത്. നീ ഒരു പ്രവാചകനാണ്, നീ ഒരു വലിയ പ്രവാചകയാണ്. നീ ചിലത് ഇവിടെ വിളിച്ചു പറയണം, നീ ചിലത് ഇവിടെ വിളിച്ചു പറയണം. അങ്ങനെ വിളിച്ചു പറയാൻ തയ്യാറായാൽ മരുഭൂമികൾ ഉദ്യാനമായി മാറും, മരുഭൂമികൾ ഉദ്യാനമായി മാറും. അങ്ങനെ നീ വിളിച്ചു പറയാൻ തയ്യാറായാൽ മരുഭൂമികളിൽ നീരൊഴുക്കുകൾ വെളിപ്പെട്ടു വരും. അങ്ങനെ നീ വിളിച്ചു പറയാൻ തയ്യാറായാൽ മരുഭൂമിയിൽ സരള വൃക്ഷങ്ങൾ അവൻ വെച്ചു പിടിപ്പിക്കും. നീ അത് വിളിച്ചു പറയാൻ തയ്യാറായാൽ മരുഭൂമിയിൽ പെരുവഴികളെ ഞാൻ സൃഷ്ടിക്കും. യേശുവിന്റെ നാമത്തിൽ ഇനി അത് മരുഭൂമി ആയിരിക്കത്തില്ല, അത് നീർത്തോടുകളായിരിക്കും. Come on, ചേർന്ന് ജനം ദൈവത്തെ ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷങ്ങളെ മാറ്റുന്ന ഒരഭിഷേകം ഇന്ന് നിന്റെ നാവിൽ ദൈവം തരികയാണ്. സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരഭിഷേകം ദൈവം ഇന്ന് നിനക്ക് തരികയാണ്. അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ചില ദൈവ ശബ്ദം ഇന്ന് ദൈവം നിനക്ക് തരികയാണ്. എത്ര പേർ കരങ്ങളെ തട്ടി വിശ്വസിക്കുന്നു ഇന്നത് മരുഭൂമിയായിരിക്കും? എന്നാൽ നീ പറയാൻ തയ്യാറായാൽ അത് ഉദ്യാനങ്ങളായി മാറും, ഉദ്യാനങ്ങളായി മാറും. ഇന്ന് നീ അത് മരുഭൂമിയായിരിക്കും. നീ പറയാൻ തയ്യാറായാൽ അത് നാളെ നീരൊഴുക്കുകളായി മാറും. ഇന്ന് അത് മരുഭൂമിയായിരിക്കും, എന്നാൽ നീ പറയാൻ തയ്യാറായാൽ അത് പെരുവഴികളായി തീരും. എത്ര പേർ കൈകളെ തട്ടി യേശുവിന് ഒരാരാധന കൊടുക്കുന്നു? ഗ്ലോറി, ഗ്ലോറി. സഹോദരി പറഞ്ഞില്ലേ, എന്റെ ജീവിതം ഒരു മരുഭൂമിയാണെന്ന്. കർത്താവ് പറയുന്നു, നീ സംസാരിച്ചു തുടങ്ങ, നീ സംസാരിക്കും, നീ വിളിച്ച് പറ. ഹേമൻ, എത്ര പേർ ഈ വചനത്തിന്റെ ദൂതുകളെ വിശ്വസിക്കുന്നു? വിളിച്ചു പറ. ഹേമൻ, മരുഭൂമിയിൽ, പട്ടണത്തിലല്ല അവൻ പ്രവചിക്കുന്നേ, ജനനിബിഡമായ ഇടങ്ങളിലല്ല അവൻ പ്രവചിക്കുന്നേ. അവൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ഓ സ്തോത്രം. നിരത്തുക, ചിലത് വഴി ഒരുങ്ങട്ടെ, നിരത്തുക, കുന്നുകൾ താഴട്ടെ, താഴ്വരകൾ നികന്നു വരട്ടെ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലത് സംഭവിക്കട്ടെ, ചിലത് സംഭവിക്കട്ടെ. നീ ഒരു പ്രവാചകയാണ്, നീ ഒരു പ്രവാചകനാണ്. ഇന്ന് ഈ വചനം കേട്ട് ചിലതൊക്കെ നീ വിളിച്ചു പറയാൻ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുക. സാഹചര്യങ്ങൾ മുഴുവൻ മാറും. കേൾക്കുന്നില്ല. സാഹചര്യങ്ങൾ മുഴുവൻ മാറും. ആമേൻ. സാഹചര്യങ്ങൾ മുഴുവൻ മാറും. വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു, സാഹചര്യങ്ങൾ മുഴുവൻ മാറും, അല്ല മാറ്റിയിരിക്കും. സ്തോത്രം ചെയ്തോ, സ്തോത്രം ചെയ്തോ. ഞാൻ കാണുന്നു എന്തൊക്കെയോ കിളിർത്തു വരുന്നു. ഞാൻ ആത്മാവിൽ അറിയുന്നു എന്തൊക്കെയോ പൊട്ടി പുറപ്പെടുന്നു. എവിടെയൊക്കെയോ ചില ഉറവകൾ പൊങ്ങുന്നു. പ്രതീക്ഷയില്ലാത്തിടത്ത് ചിലത് വെളിപ്പെട്ടു വരുന്നു. അനേകർ ആകർഷിക്കുന്ന ഉദ്യാനം പോലെ ചില നിർജ്ജന പ്രദേശങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനത്തെ ഏറ്റെടുത്ത ആമേൻ പറ സഹോദരി. നിങ്ങൾക്ക് എത്രത്തോളം ആത്മാവിൽ തുടരാൻ പറ്റുമോ തുടർന്നോണം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില വരണ്ട നിലങ്ങളിൽ ഉറവകൾ പൊങ്ങിയിരിക്കും.
വരണ്ട നിലങ്ങളിൽ ഹാഗാർ മരുഭൂമിയിൽ തന്റെ തലമുറ തകരുമെന്ന് പറഞ്ഞ് കരഞ്ഞ മരുഭൂമിയിൽ ഉറവയും പൊങ്ങി. ആ മരുഭൂമിയിൽ ആ തലമുറ വളർന്നു വന്നതുപോലെ തകരുന്ന ചില ഇടത്ത് നിന്റെ തലമുറ വളരും. തകരുന്ന ചില ഇടത്ത് ചില ഉറവകൾ പൊങ്ങും. നീ വിളിച്ചു പറ, ഉറവകൾ ഉള്ള ഇടത്താ നീ നിൽക്കുന്നേ. ഉറവകൾ ഉണ്ടാക്കാൻ നിനക്ക് കഴിയും. ചില തലമുറയുടെ കാര്യങ്ങൾ ദൈവം സെറ്റ് ചെയ്യാൻ പോകുകയാണ്. നശിക്കുമെന്ന് നീ വിധി എഴുതിയ ചിലത് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുകയാണ്. മരിക്കുമെന്ന് വിധി എഴുതിയ ചിലത് ജീവിച്ച് ജയാളിയാകാൻ പോകുകയാണ്. അവർ ഒരു സൈന്യമാകാൻ പോകുകയാ. അവർ വലിയൊരു ജനതയാകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ തകർക്കുന്ന ഇടത്ത് തന്നെ നിന്റെ തലമുറ വളർന്ന് വില്ലാളിയാകാൻ പോകുകയാണ്. വിളിച്ച യേശുവേ, വിളിക്കുക, വിളിക്കുക. എന്തൊക്കെയോ സംഭവിക്കുന്നു കേട്ടോ. യെശയ്യാപ്രവചനം 35:1 വാക്യം പറയുന്നു, മരുഭൂമി വരണ്ടതിലും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത ഉല്ലാസത്തോടെ ഘോഷത്തോടു കൂടെ ഉല്ലസിക്കും. ലെബാനോനിന്റെ മഹത്വം, കർമ്മേലിന്റെ ശാരോന്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം, നമ്മുടെ ദൈവത്തിന്റെ തേജസ് കാണും. എത്ര പേർ കാമയം പറയുന്നു? മരുഭൂമികൾക്ക് മാറ്റങ്ങൾ വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. മരുഭൂമികൾക്ക് കൃപ പറഞ്ഞില്ല. മരുഭൂമികൾക്ക്, സഹോദരി, നിന്റെ മരുഭൂമികൾക്ക് മാറ്റം വരാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. മരുഭൂമിയിലെ വരണ്ട നിലം ആനന്ദിക്കും. ആമേൻ. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോട് ഘോഷത്തോട് കൂടെ ഉല്ലസിക്കും. അല്ല, ഞാൻ പറയുന്ന വചനം ബൈബിളിൽ ഉണ്ടോ? കേട്ടില്ല? ഉണ്ടോ? ഇത് ആർക്ക് വേണ്ടി എഴുതിയതാ? കേട്ടില്ല. ആർക്ക് വേണ്ടി എഴുതിയതാ? പറ, നെഞ്ചത്ത് കൈവച്ച് പറ. അല്ലാതെ വായിച്ചിട്ട് അടയ്ക്കാനുള്ളതല്ലത്. ഈ വചനമൊക്കെ കാണുമ്പം നീ ഓർത്തോണം, ഇന്ന് മരുഭൂമിയാ. നാളെ അത് യഹോവയുടെ തേജസ്സും നമ്മുടെ ദൈവത്തിന്റെ മഹത്വവും കാണുന്ന ഇടമാകും. എത്ര പേർ കാമയം പറയാൻ പറ്റും? നിന്റെ ചില മരുഭൂമികൾ ദൈവത്തിന്റെ മഹത്വവും തേജസ്സും കാണുന്ന ഇടമായി മാറാൻ പോകുകയാണ്. പിന്നെ അത് മരുഭൂമി എന്ന് വിളിക്കപ്പെടത്തില്ല, തേജസ്സിന്റെ ഇടമെന്ന് വിളിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈകളെ ഒന്ന് തട്ടി ആമേൻ. ആമേൻ. മരുഭൂമിയിൽ ചിലത് വിളിച്ചു പറയുക പോരാ. മരുഭൂമിയിൽ ചിലത് യോഹന്നാൻ പറഞ്ഞത് ദൈവരാജ്യമെന്ന, നീയും അതിന്റെ കൂടെ കുറച്ചുകൂടെ പറഞ്ഞു. ഗ്ലോറി ഗ്ലോറി. നിന്റെ അകത്തുനിന്ന് പ്രോഫറ്റ് എഴുന്നേൽക്കട്ടെ. സാഹചര്യം കണ്ട് കരയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇവൻ വിളിച്ചു പറഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഒരു ജനത മുഴുവൻ അവന്റെ അടുക്കൽ ഒഴുകി വന്നു. ഒരു നോട്ടീസ് അടിച്ചിട്ടില്ല, ഒരു പോസ്റ്റർ അടിച്ചിട്ടില്ല, ഒരു വ്യക്തിയെ ആകർഷിച്ചിട്ടില്ല. പക്ഷെ അവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോൾ പട്ടണമെല്ലാം അവന്റെ പുറകെയായി. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, ജനം മുഴുവൻ നിന്റെ പുറകെ വരുന്ന നിലകളിൽ നിന്റെ വാക്കുകൾക്ക് ശക്തി പകരാൻ പോകുന്ന ഒരു ദൈവകൃപ ദൈവം നിന്റെ മേൽ തരാൻ പോകുകയാണ്. ആമേൻ, ആമേൻ,
നിന്റെ വാക്കിന്മേൽ ഒരു ദൈവശക്തി അടിക്കുന്നു. നിന്റെ വാക്കിന്മേൽ ഒരു ദൈവശക്തി അടിക്കുന്നു. പോരാ, നിന്റെ വാക്കിന്മേൽ ഒരു ദൈവകൃപ വരുന്നു. പറയുക. നിങ്ങളുടെ മരുഭൂമികളോട് സംസാരിക്കണം. പറഞ്ഞാട്ടെ, നിങ്ങളുടെ പാഴ്നിലങ്ങളോട് സംസാരിക്കണം. വചനം പറയുന്നത് പാഴ്നിലങ്ങളെ കുറിച്ച് പറയുന്നത് തരിശു നിലങ്ങളെ ഉഴുതാനാ പറഞ്ഞേക്കുന്നത്. പാറക്കെട്ടുകളെ ഉഴുതുമറച്ചപ്പോ, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വരണ്ട സമയത്ത്, ക്ഷാമമുള്ള ദേശത്ത്, ക്ഷാമമുള്ള സമയത്ത് സ്തോത്രം അവിടുത്തെ ദേശം കൊടുത്തത് ആമേൻ ഏറ്റവും കരിമ്പാറകൾ നിറഞ്ഞ ഒരു നനവുമില്ലാത്ത ഒരു സ്ഥലമാണ് ആമേൻ ഇസഹാക്കിന് കൊടുത്തത്. പക്ഷെ അവൻ അവിടെ ഉഴുതു. കേട്ടില്ലേ? അവൻ അവിടെ ഉഴുതു. നിനക്ക് ഷെയർ കിട്ടിയത് പ്രയോജനമില്ലാത്ത സ്ഥലമായിരിക്കാം. നീ ഇന്ന് പാർക്കുന്ന ഇടം വലുതായിട്ടൊന്നും ഇല്ലാത്ത ഇടമായിരിക്കാം. പക്ഷെ അവിടെ നീ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. ഈ വചനം തന്നെ, നീ അവിടെ മഹത്വം, തേജസ്, എല്ലാവർക്കും നല്ലത് കൊടുത്തു, എനിക്ക് മാത്രം ഏറ്റവും മോശമായി തന്നു. അങ്ങനെ ഏറ്റവും മോശമായി ലഭിച്ച ചിലർ ഏറ്റവും നല്ലതിലേക്ക് കയറുന്ന ദിനങ്ങളായി ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു. നീരൊഴുക്കുള്ള ലോത്തിന്റെ കൂടെയല്ല ദൈവം. സ്തോത്രം. ദൈവശബ്ദം അനുസരിക്കുന്ന അബ്രഹാമിന്റെ കൂടെയാണ് ദൈവം. ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതിനകത്ത് ലഭിക്കേണ്ട അർഹമായത് ലഭിക്കാതെ, സ്തോത്രം, നല്ലത് ലഭിക്കാതെ ഏറ്റവും വേസ്റ്റായി ചിലത് കരങ്ങളിലുള്ള ചിലരുണ്ട്. ഞാൻ ഇന്ന് പറയുന്നു, അതിനകത്ത് ദൈവം നിധി വിളയിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്ഥലത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. നിങ്ങൾ പാർക്കുന്ന ഇടത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ചിലതിനെയൊക്കെ ദൈവം ഓടിക്കാൻ പോകുകയാണ്. ചില ദുരാത്മ ബന്ധനങ്ങളെ ഓടിക്കാൻ പോകുകയാണ്. ആ തെരിശ് നിലങ്ങളെ നീ ഉഴുതു മറിക്കാൻ പോകുകയാണ്. അവിടെ നീ വിതയ്ക്കുന്നത് 30-ലും 60-ലും നിൽക്കത്തില്ല. അതൊരു 100 മേനിയിലേക്ക് ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്ത്. ഞാൻ നിന്നോടാ പ്രവചിക്കുന്നത്. ആമേൻ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറ. മരുഭൂമിയെ നോക്കി വിളിച്ചു പറയാൻ പറ. പറ, പറ. നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഇടങ്ങളെ നോക്കി നീ വിളിച്ചു പറ. മരുഭൂമികൾ സത്യം അതൊരു പരിശോധനയുടെ സ്ഥലമാ. ഭയങ്കര പരീക്ഷകളുടെ സ്ഥലമാ. പിശാച് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭയങ്കര ടെമിറ്റേഷൻസുകൾ, ഭയങ്കര പരിശോധനകൾ, ടെസ്റ്റുകൾ ഒക്കെ വരുന്ന ഇടമാ മരുഭൂമി. പക്ഷെ നീ വിളിച്ചു പറഞ്ഞോണം. കമോൺ, നീ വിളിച്ചു പറയണം. മരുഭൂമിയിൽ കേൾക്കുന്ന പിശാചിന്റെ നെഗറ്റീവ് വാക്കുകളിൽ നീ ചിലത് വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? വചനം പറയാൻ തയ്യാറാകണം. എത്ര പേര് ആമേൻ പറയുന്നു? മരുഭൂമിയിൽ നിന്റെ പരിശോധനയുടെ കാലമാ. ആമേൻ. അവിടെ നീ പലപ്പോഴും കാണുന്നത് ദൂതസഞ്ചയത്തെ ആയിരിക്കത്തില്ല, ഭൂതഗണങ്ങളെ ആയിരിക്കും, ദുരാത്മ മണ്ഡലങ്ങളെ ആയിരിക്കും. പക്ഷെ അതിന്റെ നടുവിൽ നീ വിളിച്ചു പറയണം, വചനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. ആമേൻ, ആമേൻ. പോരാ, പോരാ, പോരാ. മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഒരു കയ്യിൽ നയ പൈസ ഇല്ലാതെ, സ്തോത്രം, ഓമൻ, സാറാഫാത്തിൽ നീണ്ട മാസങ്ങൾ ഒരു മനുഷ്യനെ പുലർത്തിയ ഒരു ദൈവം. ആമേൻ. നിന്റെ വീട്ടിലൊന്നുമില്ലായിരിക്കാം, നിന്റെ ബാങ്കിലൊന്നുമില്ലായിരിക്കാം, നിന്റെ തലമുറകളിൽ ഒന്നുമില്ലായിരിക്കാം. നോ പ്രോബ്ലം. നീ പുലർത്തപ്പെട്ടിരിക്കും, നീ ജീവിക്കപ്പെട്ടിരിക്കും. ശബ്ദമുയർത്തി പറ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ നന്മകൾ കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കും, ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട്.
ഞാനും. കൈകളെ ഉയർത്തി ദൈവമക്കളെ ആമേൻ പറ. മരുഭൂമികൾ പരിശോധനയുടെ സ്ഥലങ്ങളാ. പക്ഷേ നീ വിളിച്ചു പറയാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ അവിടെ നിന്ന് ആർക്കും ജയിക്കാൻ കഴിയാത്തിടത്ത് നിന്ന് ജയിച്ചു വരും. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ എല്ലാവരും തോറ്റുപോയ ഒരു ദുഷ്ടമണ്ഡലത്തിലാണ് ഒരുത്തൻ ജയിച്ചു കയറി വരുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, ഈ മരുഭൂമി നിനക്ക് ജയത്തിന്റെ ഇടമാ. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈ ഉയർത്തി ആമേൻ പറ. ഞാൻ ഇവിടെ ഒത്തിരി നേരം നിൽക്കുന്നില്ല. മരുഭൂമിയിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാൻ തയ്യാറായാൽ ഈ മരുഭൂമി, സ്തോത്രം, നിന്നോട് ദൈവം ഹൃദ്യമായി സംസാരിക്കുന്ന സ്ഥലമായി മാറും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ചു കൊണ്ടുപോയി മരുഭൂമിയിൽ ഹൃദ്യമായി, പോരാ ആമേൻ പറഞ്ഞില്ല, ഹൃദ്യമായി. ഇന്നത്തെ നിന്റെ ഈ പ്രതിസന്ധികളുടെ മരുഭൂമികൾ നീ വരണ്ട് ഉണങ്ങി പോകുന്ന ഒരു ഇടമല്ല. ദൈവശബ്ദങ്ങൾ ഹൃദ്യമായി കേൾക്കുന്ന ഒരിടങ്ങളാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ മാത്രം കൈകളെ ഉയർത്തി അതിന് കൃത്യമായി ദൈവശബ്ദങ്ങൾ കേൾക്കുന്ന നിലകളിൽ നിന്റെ ഇന്നത്തെ മരുഭൂമികളെ ദൈവം തിരിക്കാൻ പോകുകയാണ്. നിന്റെ മരുഭൂമികളെ ഉദ്യാനമായി ദൈവം തിരിക്കാൻ പോവുക. നിന്റെ മരുഭൂമികളെ അവൻ, സ്തോത്രം, നീരൊഴുക്കുകളായി തിരിക്കാൻ പോകുകയാണ്. നിന്റെ മരുഭൂമികളെ അവൻ, സ്തോത്രം, പെരുവഴികളാക്കാൻ പോകുകയാണ്. നിന്റെ മരുഭൂമികളെ അവൻ ജയമാക്കാൻ പോകുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നു? നിന്റെ മരുഭൂമികളെ അവൻ ഉറവകളാക്കാൻ പോകുകയാണ്. നിന്റെ മരുഭൂമികളെ അവിടെ നശിക്കുമെന്ന് പറഞ്ഞ തലമുറ ജീവിച്ച് ജയാളിയാകാൻ പോകുകയാണ്. ഞാൻ ഈ ദൂതുകളെല്ലാം നിങ്ങൾക്ക് തരികയാണ്. പിശാചേ, നീ കേൾക്കുക. അടുത്തത്, ഈ മരുഭൂമിയിൽ നീ ദൈവശബ്ദം കൃത്യമായി കേൾക്കാൻ പോകുകയാണ്. ആമേൻ. ഇത് നിന്റെ ജീവിതത്തിന്റെ ഭയങ്കര ദൈവശബ്ദമായി മാറും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ 3 വർഷം ആമേൻ മണലാരണ്യത്തിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രാപിക്കുകയായിരുന്നു. എത്ര പേർ കാമയം പറയാൻ പറ്റും? പത്രോസിനെ ലഭിക്കാത്തത്, യോഹന്നാന് ലഭിക്കാത്തത്, ആമേൻ, യാക്കോബിന് ലഭിക്കാഞ്ഞത് അവൻ പ്രാപിക്കുകയായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, നീ പ്രാപിക്കുന്ന ഇടമാക്കി ഇതിനെ തീർക്കാൻ പോകുക. നീ ചത്ത് ഉണങ്ങുന്ന സ്ഥലമല്ല ഇത്, നീ പ്രാപിക്കുന്ന ഇടമാണ്. വിളിച്ചു പറയുക. കണ്ണുകൾ തുറന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ, ആത്മാവിലൊന്ന് നോക്കിക്കേ. നിനക്കൊരു കാഴ്ച കാണാം. ആ കാഴ്ച ഇതാണ്. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവളാര്? ഓ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ലേ? മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവളാര്? അപ്പോൾ ഈ മരുഭൂമി പ്രിയനോട് ചാരുന്ന ഇടമാണ്. ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ്, ഈ പ്രശ്നം നിന്നെ തകർക്കത്തില്ല. കൈകളെ ഉയർത്തി ആമേൻ. ഇതെന്നെ തീർക്കും, ഇതെന്നെ തകർക്കും, ഇതെന്നെ നശിപ്പിക്കും, ഈ മരുഭൂമി എന്നെ ഇല്ലായ്മ ചെയ്യും എന്നൊക്കെയാണ് നീ പറയുന്നെങ്കിൽ, ഇത്രയും വചനം ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ ദൂതുകളുണ്ട്. പക്ഷെ ഇത്രയും ദൂത് മതി നിനക്ക് ആത്മാവിലൊന്ന് അടിക്കാൻ, നിനക്ക് ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ, നിനക്ക് ആത്മാവിലൊന്ന് ജയിക്കാൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഇന്നത്തെ ദൂതാണ്, മരുഭൂമിയിൽ ചിലത് വിളിച്ചു പറയണം. ഓക്കെ ആണോ? ഇങ്ങനെ നിങ്ങൾ ഈ 21 ദിവസമൊക്കെ ദൈവാത്മാവ് പിടിച്ചിരുത്തി ആരാധനയിലൂടെയും വചനത്തിലൂടെ നടത്തുന്നത് ഇതുപോലെ തുടരാനല്ല, ബൈബിളിലെ വിശുദ്ധന്മാർ തുടർന്ന പോലെ തുടരാനാ. ആമേൻ. അതിൻ്റെ താഴെയൊന്നും പ്രതീക്ഷിക്കരുത്. കർത്താവ് നിങ്ങളോട് പറയുന്നു, സംസാരിക്കുക. കർത്താവ് വീണ്ടും എന്നോട് സംസാരിച്ചു. നിങ്ങളുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിനകത്ത്
18-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ. ഇവിടെ മോശയോട് ദൈവം പറയുകയാണ്, നീ 2 പേരോട് സംസാരിക്കണം. ഒന്ന് ജനത്തോട് സംസാരിക്കണം, നിന്റെ ഓഡിയൻസിനോട് നീ സംസാരിക്കണം. ആമേൻ. ഇതെൻ്റെ ഓഡിയൻസാണ്, സംസാരിക്കണം. ഒരു നിയോഗമാണ് ജനത്തോട് സംസാരിക്കാനുള്ള ദൂത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാം. ഈ ദൈവത്തിൻ്റെ ജനം നീണ്ട നാളത്തെ കഷ്ടതകളും അടിമത്തങ്ങളും അരാജകത്വവും ഒക്കെ പേറി നീറിത്തുടരുന്ന ഒരു ജീവിതമാണ്. നീണ്ട 430 വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രമായ അടിമത്തം തകർത്ത് കളഞ്ഞു അവരുടെ മനസ്സിനെ. ഈ ഒത്തിരി പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ വീക്കായി പോകുന്നൊരു ഏറിയാണ് നമ്മുടെ മാനസിക തലം, അല്ലേ? പ്രതീക്ഷകളില്ലാത്ത വാക്കുകൾ വരും, പിറുപിറുപ്പുകൾ ജനിക്കും, മത്സരങ്ങൾ ഉണ്ടാകും, ചേരാത്ത ജീവിത ശൈലികൾ ഉടലെടുക്കും. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ കണികകൾ ഇല്ലായ്മയായി പോകും. എങ്ങനെയും നേരം വെളുക്കണം, എങ്ങനെയെങ്കിലും രാത്രിയാകണം, ജീവിതം തള്ളി നീക്കുന്നവരാ. കേട്ടിട്ടില്ലേ? ചിലരെങ്ങനെയാ, അവർ രാവിലെ ആകുമ്പോൾ പ്രാർത്ഥിക്കും, രാത്രിയായാൽ മതി, ഉറങ്ങണം. ഉറങ്ങുമ്പോൾ ഉറക്കം കിട്ടുന്ന എപ്പോൾ പറയും, ഒന്ന് സൂര്യൻ ഉദിച്ചാൽ മതി. ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നവർ. ആമേൻ. അങ്ങനെയുള്ള ഒരു ജനം തുടരുമ്പോൾ ആ ജനത്തിലേക്ക് ദൈവം മോശയെ അയച്ചിട്ട് പറയുക, ജനത്തോട് സംസാരിക്കണം. ആമേൻ. മൂപ്പന്മാരോട് സംസാരിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. എന്താ സംസാരിക്കണ്ടേ? ഒരു കത്തുന്ന നരകമുണ്ട്, പറഞ്ഞോ. ചാകാത്ത പുഴുവുണ്ട്, പറഞ്ഞോ. അതൊക്കെ ഉണ്ട്, സത്യമാ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്നും ആദ്യം കേൾക്ക്. ഇപ്പോൾ നരകത്തിനകത്താണ് കിടക്കണേ. അതിൽ നിന്നൊന്ന് പുറത്ത് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അയ്യോ പോരാ, ആ നാമയും പറഞ്ഞാട്ടെ. ജനത്തോട് പറയണം. എന്ത് പറയണം? ഒരു ദൈവമുണ്ട്. ആമേൻ പറയത്തില്ല. കൈകളെ അടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൈകളെ അടിക്കുക. ആമേൻ. ഞങ്ങൾക്ക് നിങ്ങളോട് തരാനുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒരു ദൈവമുണ്ട്. കൈകളെ ഉയർത്തിയാമേൻ. സഹോദരി, ഒരു ദൈവമുണ്ട്, ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. വാതിലുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ജനത്തോട് പറയാൻ ഒത്തിരി ചരിത്രങ്ങളൊന്നുമില്ല, പക്ഷെ 3 പേരുടെ ചരിത്രം പറയണം. ഞാൻ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഒത്തിരി കാര്യമില്ല പറയാൻ. 3 പേരുടെ ദൈവം. ആമേൻ. ഒന്നുമില്ലായ്മയിൽ, ഒന്നും കാണാത്തപ്പോൾ ഒരു വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത്ഭുതങ്ങൾ കണ്ട അബ്രഹാം
കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഉൽപ്പത്തി 12 മുതൽ 25 വരെ മാത്രം നിൽക്കുന്ന ചുരുങ്ങിയ അധ്യായത്തിൽ 13 അധ്യായത്തിൽ കാണുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ഇറങ്ങിത്തിരിക്കുമ്പോൾ വീടില്ല, ഇറങ്ങിത്തിരിക്കുമ്പോൾ നാടില്ല, ഇറങ്ങിത്തിരിക്കുമ്പോൾ കൂടെ ഒന്നുമില്ല. സ്തോത്രം. നിർജീവമായ ആമേൻ സ്തോത്രം ചിലത് മാത്രമേ ഉള്ളൂ. ആമേൻ ആമേൻ. സ്ത്രീകൾക്കുള്ള പതിവ് നഷ്ടപ്പെട്ട ഒരു സഹോദരി, പുത്ര ഉൽപാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ട അബ്രഹാം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളില്ലാതെ ഒന്നുമില്ലാതെ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ ചരിത്രം 12 തുടങ്ങി 25 അവസാനിക്കുമ്പോൾ അവന് വീടുണ്ട്, നാടുണ്ട്, തലമുറയുണ്ട്. ഓ ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറയാൻ പറ്റുമോ? അവന് ഉള്ളതെല്ലാം ഉണ്ട്. പറയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവം. 2, ഞാൻ ഇസഹാക്കിന്റെ ദൈവം. ഒന്നുമില്ലായ്മയിൽ വിതച്ചപ്പോൾ എല്ലാം കിട്ടിയ ഇസഹാക്കിന്റെ ദൈവം. ആമേൻ ആമേൻ. കൊല്ലുന്ന യാഗപീഠത്തിൽ നിന്ന് വലിച്ചെടുത്ത ഇസഹാക്കിന്റെ ദൈവം. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ശത്രു അപകരിച്ചത് മുഴുവൻ തിരിച്ചു പിടിച്ച ആമേൻ ഇസഹാക്കിന്റെ ദൈവം. തീർന്നില്ല, ഞാൻ യാക്കോബിന്റെ ദൈവം. ഒരു വടിയുമായി പുറപ്പെട്ടിട്ട് ഇരു കൂട്ടവുമായി ഇറങ്ങി തിരിച്ച് മുമ്പോട്ട് വിടാൻ കഴിയാതെ യേശാവ് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് തകർക്കാൻ വേണ്ടി ലാബാൻ തുടരുമ്പോൾ യാബോക്കിൽ വെച്ച് എന്നെ കയറി പിടിച്ച് ആമേൻ ദൈവാനുഗ്രഹം പ്രാപിച്ച ജയാളിയായി തീർന്ന ഒരു യാക്കോബിന്റെ ദൈവം എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞവനെ മുമ്പിൽ യോസേഫിന്റെ ചൈതന്യത്തിന്റെ രഥമയച്ച് അവനെ പാതാളത്തിൽ നിന്ന് വലിച്ചു കയറ്റി രാജകൊട്ടാരത്തിലെത്തിച്ച് രാജാവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കത്തക്കവണ്ണം അവനെ മാനിച്ച യാക്കോബിന്റെ ദൈവം. നിങ്ങൾ എത്ര പേർ കൈകളെ ഉയർത്തി ഒരു ആമേൻ പറയുന്നു? ജനത്തോട് പറയണം, അങ്ങനെ ഒരു ദൈവമുണ്ട്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, അന്ന് പറയാൻ യാക്കോബിന്റെയും അബ്രഹാമിന്റെയും യോസേഫിന്റെയും ചരിത്രമുണ്ടെങ്കിൽ എനിക്കിന്ന് പറയാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ചരിത്രമുണ്ട്. വാതിലുകൾ തുറന്ന ദൈവം, വഴികളെ തുറന്ന ദൈവം, ചെങ്കടലിനെ പിളർന്ന ദൈവം, എരിഹോവിനെ ഇടിച്ച ദൈവം. സ്തോത്രം. മരുഭൂമിയിൽ മരുവാസികൾക്ക് സ്തോത്രം മഞ്ഞ കൊടുത്ത ദൈവം. ആമേൻ. വസ്ത്രം ചെയ്യാതെ, വസ്ത്രം ആമേൻ ജീർണിക്കാതെ, ചെരുപ്പ് തേയാതെ, വീടിന്റെ മുറ്റത്ത് റേഷൻ കൊടുത്തവർ പോകുന്ന വഴിയിലെല്ലാം ഒരു നദിയെ അനുഗമിച്ച് അവരെ നടത്തിയ ദൈവം. ശത്രുക്കളെ തകർത്ത ദൈവം, ഇരുട്ടുകളെ മാറ്റിയ ദൈവം, ദേശത്ത് പാർപ്പിച്ച ദൈവം, ചെങ്കടൽ പിളർന്ന ദൈവം, അവൻ കാരാഗ്രഹം തകർത്ത ദൈവം, അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു ദൈവം. ഓ സ്തോത്രം. തീർന്നില്ല, മരിച്ചിട്ട് കല്ലറയിൽ അടച്ചിട്ട് അവൻ തീരാതെ ഇമ്പീരിയ മുദ്രകളെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം ഉണ്ട്. പോരാ പോരാ, ജനത്തോട് പറയണം, ദൈവമുണ്ട്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ആമേൻ. നിനക്ക് ദൈവമുണ്ട് കേട്ടോ. നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ കണ്ണിൽ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിനക്കൊരു ദൈവമുണ്ട്. നീ മറക്കരുത്, നിനക്കൊരു ദൈവമുണ്ട്. കണ്ണുനീരിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ഒരു ദൈവമുണ്ട്. കൂരിരുട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നീ അതറിയണം. ആമേൻ ആമേൻ. ഞാനീ പ്രസംഗിക്കുന്നത് പഴയ മെസ്സേജാ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പ്രസംഗിക്കുന്നത്. ഈ വലിയ കാര്യമൊന്നും ഇപ്പം പ്രസംഗിക്കുന്നില്ല, ചെറിയ കാര്യം പ്രസംഗിക്കുന്നുള്ളൂ. മഹോദരത്തിലെ കൊതുകിന്റെ കാര്യമൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ മഹോദരത്തിൽ കയറത്തില്ലല്ലോ എന്നാ ഞാൻ വിശ്വസിക്കുന്നു. ആരും ആമേൻ പറഞ്ഞില്ല. ആ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകത്തില്ല, പിന്നെ അവിടെ എന്നാ വെള്ളം നടന്നോട്ടെ. ആമേൻ പറ. പോരാ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. പിന്നെ കർത്താവ് വന്നിട്ട് പോരുന്നില്ല, അവിടെ കിടക്കാനാണ് തരുന്നെങ്കിൽ ഞങ്ങൾ പ്രത്യേക ക്ലാസ് എടുക്കാം. നമ്മൾ കർത്താവിൻ്റെ വരവിൽ പോകാൻ വേണ്ടിയുള്ളവരാ. കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ കരങ്ങളൊന്ന് തട്ടി ഒരാമേ. മോശേ ജനത്തോട് പറയണം, ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം പിടച്ചു വികസിക്കും.
ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പറയുന്നതാണ്, ഒരു ദൈവമുണ്ട്. ആമേൻ. ഒരു ദൈവം ഉണ്ട്. എത്ര പേര് ഇതിന് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു? ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു സന്ദേശം, ദൈവം പറയാൻ തന്നൊരു സന്ദേശം അതാണ്. ജനത്തോട് പറയണം, ഒരു ദൈവമുണ്ട്. നിങ്ങളും ചേർന്ന് പറ, എനിക്കൊരു ദൈവമുണ്ട്. പറ പറ പറ, എനിക്ക് മതി. അത്ര നിന്റെ അകത്ത് കയറിയാൽ മതി. ഒരു ദൈവമുണ്ട്. രണ്ടാ, ജനത്തോട് പറയണം, നിങ്ങൾക്കൊരു വിടുതലുണ്ട്. പോരാ 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 പോരാ. ജനത്തോട് പറയണം, പറ പറ പറ. ജനത്തോട് പറയണം, ഒരു വിടുതലുണ്ടെന്ന് പറയണം. അല്ല, അത് പോക്ക് കേസാന്നല്ല പറയണ്ടേ, വിടുതലുണ്ട്. ഞാൻ ഇന്ന് അതേ സന്ദേശം തന്നെ പറയുന്നത്. നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പം എനിക്കറിയണ്ട, പക്ഷെ എന്നോട് ദൈവം പറഞ്ഞ സന്ദേശം ഇത്രയേ ഉള്ളൂ, നിനക്ക് വിടുതലുണ്ട്. നിന്റെ കടത്തിന്റെ വിഷയം എനിക്കറിയണ്ട, എന്നോട് തന്ന ദൂത ഒറ്ററിനേ ഉള്ളൂ, നിനക്ക് വിടുതലുണ്ട്. നിന്റെ ജപ്തിയുടെ വിഷയം എനിക്കറിയണ്ട, എനിക്ക് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ തലമുറയുടെ കോംപ്ലിക്കേഷനായ പ്രോബ്ലം എനിക്കറിയണ്ട, ആ കുരുക്കുകൾ എനിക്കറിയണ്ട, പക്ഷെ എനിക്ക് നിന്റെ കണ്ണിൽ നോക്കി പറയാൻ ഒരു ദൂതുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. ആരെടുക്കും ഈ ദൂത്? ആരെടുക്കും ഈ ദൂത്? സ്തോത്രം. ജനത്തോട് പറയണം, ഒരു വിടുതലുണ്ട്. ഞാൻ ഇവിടെ നിന്നെ വിടുവിക്കും. പറഞ്ഞാട്ടെ, നിന്നെ കൊണ്ട് നിന്നെ തകർക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്റെ മേൽ ഭരണം നടത്തുന്ന, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷിക്കാൻ കഴിയാത്ത നിലകളിൽ നിന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഈ വലിയ ദുരാത്മ തലങ്ങളിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിനക്ക് വിടുതലുണ്ട്. അതിനെന്താ വലിയ തെളിവ്? നീ പള്ളി വന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നീ ആലയത്തിലേക്ക് വന്നതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. രണ്ട്, നീ ഈ വചനം ഇപ്പോൾ കേൾക്കുന്നതിന് ഏറ്റവും വലിയ തെളിവ്. കാരണം നിന്റെ ദൈവം നിന്നെ കൊതിപ്പിക്കുന്ന ദൈവമല്ല. നിന്റെ ദൈവം നിന്നെ വെറുതെ നിന്നെ ഹൈപ്പർ കയറ്റുന്ന ദൈവമല്ല. ആമേൻ. സ്തോത്രം. ഇനി അടുത്തൊരു കാര്യം, ബ്രദറെ, ഇതൊക്കെ നിങ്ങളുടെ ആവേശത്തെ ഇളക്കുന്നതാണ്. ആമേൻ. അല്ല, ആവേശത്തെ ഇളക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം അവൻ ഇന്നലെ ചെയ്തെങ്കിലും ഇന്നവന് പ്രായമായിട്ടില്ല, അവൻ പെൻഷൻ ചെയ്ത് മാറിയിരിക്കുന്ന ദൈവമല്ല, അവൻ ഇന്നും ആക്റ്റീവാണ്. ശബ്ദം ഉയർത്തി പറ, എൻ്റെ ദൈവം പെൻഷൻ ചെയ്തിട്ടില്ലെന്ന് പറ. എൻ്റെ ദൈവം ഇന്നും യേശുവിന്റെ വാക്കായിരുന്നത്. കേട്ടില്ലേ? യേശുവിന്റെ. ഈ യുവന്മാരെ, ഈ ഇസ്രായേൽ ജനം ഈ അത്ഭുതം എല്ലാം കണ്ട് 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 ഒത്തിരി അത്ഭുതമൊക്കെ വന്ന് കണ്ട് ഒരു ചെറിയൊരു കൂര തല്ലിക്കൂട്ടി ആലയമൊക്കെ പണിത്, പിന്നെ ഇങ്ങനെ പണിത്, ഈ രാവിലെ മുഴുവൻ പണിത് അധ്വാനിച്ചെല്ലാം കഴിഞ്ഞ് ഇനി അവസാനം ഇവർക്ക് ദൈവം ഉണ്ടെന്നൊരു വിഷയമില്ല. ഇവർക്ക് പിന്നെ ആചാരം മാത്രമേ ഉള്ളൂ. കേട്ടില്ല? ഇവർ ദൈവം ഉണ്ടെന്നൊരു ചിന്തയില്ല. ദൈവം പറഞ്ഞത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ പറഞ്ഞ് ഇതൊന്നും നടക്കത്തില്ല. കേട്ടില്ല? ഇതൊന്നും വിടുതലൊന്നും ഇല്ല ബ്രദർ, അതൊക്കെ പണ്ടായിരുന്നു. അന്യഭാഷയൊന്നും ഇല്ല ബ്രദർ, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ എന്നാ ഉള്ളേ? കേട്ടില്ല? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നാ ഉള്ളേ? അങ്ങനെ ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാ യേശു വന്നിട്ട് കുരുടനെ സൗഖ്യമാക്കുന്നു. യേശു വന്നിട്ട് പച്ചവെള്ളത്തെ വീരാക്കുന്നു. യേശു വന്നിട്ട് കടലിന് മീതെ നടക്കുന്നു. യേശു വന്നിട്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ. പറ, സത്യമാണോ? സത്യമാണോ ഈ പറയുന്നതൊക്കെ? അതോ ഇപ്പോഴത്തെ ശാസ്ത്ര ലോകത്തിലെത്തിയിട്ട് അതൊന്നും നടക്കത്തില്ല, അങ്ങനെ ബുദ്ധി കൂടിയ ആളാണോ?
നിന്റെ ബുദ്ധിയൊക്കെ ചുമ്മാ കൈ ഇരിക്കത്തേ ഉള്ളത്. ബുദ്ധി എന്ന് നോക്കിയാൽ ഈ ബൈബിളൊന്നും ഒരു കാര്യവും മനസ്സിലാകത്തില്ല. ആമേൻ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2 ദിവസം നീ കോമയെ കയറിയാൽ നിന്റെ ബുദ്ധി കിടക്കുന്ന കാണാം. ഇത്രേ ഉള്ളൂ നിന്റെ ബുദ്ധി. ഹല്ലേലൂയ. ഒരു കാര്യം നടക്കാതെ വണ്ണം ഇവരിങ്ങനെ കുന്തിരിക്കം പോച്ച് ചുമ്മാ ഇങ്ങനെ സംഭവം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ പച്ചവെള്ളം വീഞ്ഞാകും. ദേ 5 അപ്പം കൊണ്ട് 5000 പേർ പോഷിക്കപ്പെടുന്നു. ദാവീദുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞവന്റെ കണ്ണു തുറക്കുന്നു. ദേ പള്ളിക്കകത്ത് ഭൂതവിളകുന്നു. കേട്ടില്ല. ആമേൻ പറയുന്നില്ല. വേണ്ട 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടിട്ട് സൗഖ്യമാകുന്നു. വേണ്ട യായിറോസിന്റെ കുഞ്ഞ് ഉയർക്കുന്നു. കേട്ടില്ല രാമൻ പറഞ്ഞത്. ലാസർ ഉയർക്കുന്നു. ഇവരുടെ പിടിവിട്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ 5-ാം അധ്യായം ഇടയ്ക്ക് പറയാണ്. 5-ാം അധ്യായത്തിൽ നോക്കിയപ്പോൾ 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന തളർവാദം പിടിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവം അങ്ങോട്ട് യേശു തന്നെ അങ്ങ് കയറി ചെല്ലുക. കേട്ടോ, ഇന്ന് കർത്താവ് ചിലയിടത്തോടങ്ങ് കയറി ചെല്ലുക. ആമേൻ. വിശ്വാസം നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട, ഇങ്ങനെ തീരൂ എന്ന് ചിന്തിക്കുന്ന ചില കുടുംബത്തിലേക്ക് ദൈവം കയറി ചെല്ലുകയാണ്. വിളിച്ചു കയറ്റിയതല്ല, കയറി ചെന്നതാ. കാരണം നീ ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ നിന്റെ അടുക്കിലേക്ക് ദൈവം കയറി അങ്ങ് വരും. ആമേൻ. അവനോട് ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്ന കാര്യം, ആമേൻ, ഈ കുളം വെള്ളം കലങ്ങുമ്പോൾ ഇറക്കാൻ ആരുമില്ല. കാരണം ഇവൻ വിചാരിക്കുന്നത് ഇതുവഴി മാത്രമേ വിടുതലുള്ളെന്നാ. നമ്മുടെയൊക്കെ ചില കാര്യങ്ങൾ ഇതുവഴിയെ വിടിവെക്കുക. കൊച്ചു പഠിച്ച് ഉയർന്ന് ഇനി ഗൾഫിൽ പോയിട്ട്, അമേരിക്കയിൽ പോയിട്ട്, UK പോയിട്ട് വേണം കാര്യം നടക്കാൻ. ഒരു വഴി. ഇപ്പോഴാ പാസ്റ്ററെ നിറവ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ. ഇവിടെ 10,000 പേരുണ്ടെങ്കിലും തൃപ്തരാകത്തില്ല. ആ സീറ്റിൽ പാസ്റ്ററും ഈ സീറ്റിൽ അഭിഷക്തയും വന്നിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. കൈകളെ അടിച്ച് ആമേൻ. ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ആത്മാ ഇടപെടട്ടെ, ആഴത്തിൽ ഇടപെടട്ടെ. സ്തോത്രം. അവന് പ്രതീക്ഷയില്ല. അവന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കുളം കലങ്ങുമ്പോൾ ഇറങ്ങിയ വിടുതല. നിന്റെ ചിന്ത ഒരു വഴി മാത്രമേ ഉള്ളൂ നിനക്ക് വിടുവിക്കപ്പെടാന്നാണോ? ഞാൻ പരിശുദ്ധൻ പറഞ്ഞ 1000 വഴികളുണ്ട്. ഞാൻ ഇന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു, അതിലെ ഓരോ വഴികൾ നിന്റെ മുമ്പിൽ തുറന്ന് ദൈവം തരാൻ പോകുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ഡോറുകൾ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. നീ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുന്ന നിലകളിൽ ദൈവം നിന്റെ മുമ്പിൽ ഡോറുകൾ തുറക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സ്വീകരിക്കുക ദൈവമക്കളെ, സ്വീകരിക്കുക. ഹല്ലേലൂയ. ആമേൻ പറ. ഹല്ലേലൂയ. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. ആമേൻ. അവൻ ഇത്രയും നാൾ കൊണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്, ആരുമില്ലെന്ന് പഠിച്ചു. അത്രയെങ്കിലും കുറഞ്ഞതെങ്കിലും പഠിക്കണം കേട്ടോ. കേട്ടില്ല? അത്രയെങ്കിലും എന്ത് ചെയ്യണം? നിനക്ക് ആരുമില്ലെന്നെങ്കിൽ നീ ഒന്ന് ആദ്യം പഠിച്ചോണം. സ്തോത്രം. നിനക്ക് ദൈവമേ ഉള്ളൂ. അതാദ്യം ഒന്ന് അറിഞ്ഞാൽ നീ ഒത്തിരി സന്തോഷിക്കപ്പെടും. ആമേൻ. ജീവിതത്തിൻ്റെ കാര്യങ്ങളോട് അടുക്കണം. അവിടെ നീ കാണുന്ന ആരും കാണത്തില്ല. പക്ഷെ അന്നും നിന്നെ തേടി വരുന്ന ഒരുവനുണ്ട്. കേട്ടില്ല? വിളിക്കാതെ കയറി വരുന്ന ഒരുവൻ. നീ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കൊതിക്കുന്ന. ഞാൻ ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവനോട് പറഞ്ഞ കാര്യമുണ്ട്. നിന്റെ വിടുതൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും അധികം നിന്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഞാനാണെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു.
എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൊതിക്കുന്നത് എൻ്റെ കർത്താവാണ്. എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൊതിക്കുന്ന എൻ്റെ കർത്താവാണ്. എൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഏറ്റവും കൊതിക്കുന്ന എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മാന്യതയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് കിടക്കെടുത്ത്, നീ കൂടുതലൊന്നും പറയണ്ട, കിടക്കെടുത്ത് പൊക്കളാൻ പറഞ്ഞു. ചില വിടുതലൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ. നീണ്ട നീണ്ട വർഷങ്ങൾ. ഞാൻ കഴിവതും ഈ അനുഭവങ്ങൾ ഒത്തിരി പറയാത്ത ആൾക്കാരാണ്. കാരണം ഏത് പറയണമെന്ന് അറിയത്തില്ല, അതുപോലെ അനുഭവങ്ങളാണ്. ആമേൻ. കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ ചർച്ചിൽ പാസ്റ്ററോട് വന്നായിരുന്നു. ഭയങ്കര ബ്രേക്ക് ആയിരുന്നു കേട്ടോ. വല്ലപ്പോഴും പാസ്റ്റർ ഞങ്ങൾക്ക് വിട്ടുതരണേ. ആ പാസ്റ്റർ അവിടെ വന്നത് ആ സഭയുടെ ഒരു ഭയങ്കര ചലനമായിരുന്നു. ഇത്രയും അഭിഷേകം ചുമക്കുന്ന ഒരു അഭിഷക്തനെ നിങ്ങൾക്ക് ലഭിച്ചതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. കൈകളെ തട്ടി ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ടെ. ഈ കയ്യടിയൊന്നും നിങ്ങൾക്ക് പോരുന്നല്ല. നന്നായിട്ടൊരു അഭിഷക്തനെ കിട്ടുന്നതിന്. ആമേൻ. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ദൈവം ഒരു ദൂത് പറഞ്ഞു. ഈ പ്രകൃതിക്ഷോഭത്താൽ നഷ്ടപ്പെട്ട വിഷയങ്ങൾ ദൈവം പരിഹരിക്കാൻ പോവുകയാണെന്ന് കർത്താവ് ഒരു ദൂത് പറഞ്ഞു. ഈ ആൻറ്റി ഞങ്ങളുടെ 6-7 മാസമേ ചർച്ചിൽ വന്നിട്ടുള്ളൂ. സ്തോത്രം. പക്ഷെ ഇന്നലത്തെ പകൽ അമ്മേൻ 5-6-7 ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ടെസ്റ്റ് മണി ഇതായിരുന്നു. പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഈ ചർച്ചിൽ വന്നിട്ട് ഈ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ വന്ന ഈ ദിവസം പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞു. കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ബ്ലോക്കായി കിടന്ന എൻ്റെ ഞാൻ താമസിച്ചെടുത്തൊരു ഉരുൾപൊട്ടി. എൻ്റെ 2 മക്കൾ, അതോ 3 മക്കൾ മരിച്ചുപോയി. സ്തോത്രം. അങ്ങനെ അത് മുഴുവൻ തകർന്നു പോയി. അതിൻ്റെ വലിയ പ്രശ്നങ്ങൾ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് അത് പരിഹരിക്കപ്പെടാതിരിക്കുകയായിരുന്നു. എന്നാൽ ആമേൻ, പാസ്റ്റർ ദൈവശബ്ദം പറഞ്ഞു, അത് ഈ ദിവസം പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. നീണ്ട വർഷങ്ങളായി കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ദൈവം ഇന്ന് പരിഹരിക്കുമെന്ന് ഇവിടെയും ഒരു ദൈവശബ്ദം എനിക്ക് ദൈവം തരികയാണ്. ഞാൻ ആത്മാവിൽ അത് പ്രവചിക്കുന്നു. അത് ദൈവം എന്നെ ഇപ്പോൾ ഓർപ്പിച്ചതുകൊണ്ട് പറയുന്നു. നീണ്ട വർഷങ്ങളായി വിടുതലില്ലാത്ത ചില വിഷയങ്ങൾ, നീണ്ട വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചില ഇടങ്ങളിൽ നിന്ന് നീ പെട്ടെന്ന് സൗഖ്യമായി, നീ പെട്ടെന്ന് വിടുവിക്കപ്പെട്ട് പുറത്തു വരാൻ പോകുന്നുവെന്ന് ഒരു ദൈവത്തിന്റെ ദൂത് ഇവിടെ ഇറങ്ങി വരുന്നു. ആരത് കയറി പിടിക്കും? ആരത് കയറി പിടിക്കാം? ദൂത് ആര് പിടിക്കും? യേശുവിന്റെ നാമത്തിൽ കയറി പിടിക്കാതൂത്. In the mighty name of Jesus. നീണ്ട വർഷങ്ങളായി നീ വിടുതലിൽ എന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിൽ നീ തുള്ളിച്ചാടി ആനന്ദിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് ചില വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് ചില ഡോക്യുമെന്ററികൾ ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കേസുകൾ മാറാൻ പോകുന്നു. പെട്ടെന്ന് ചില വിധികൾ വെളിപ്പെടാൻ പോകുന്നു. In the mighty name of Jesus. ഈ പ്രാർത്ഥന തീരുന്നതിന്റെ ഇപ്പുറം തന്നെ നിനക്ക് വേണ്ടി ചില പ്രത്യേക അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാൻ പോകുന്നു. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ചിലത് നിനക്ക് ലഭിക്കാൻ പോകുന്നു. കൈകളെ ഉയർത്തി യേശുവേ. Hallelujah. Thank you. Thank you, Lord. ഈ മനുഷ്യൻ ചാടിത്തുള്ളി നടന്നു കഴിഞ്ഞപ്പം ഈ ഒന്നും നടക്കാത്തവന്റെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് തുടങ്ങി. ഹല്ലേലൂയ. കേട്ടില്ല. എൻ്റെ ഇത്രയും വട്ടത്തെ ശുശ്രൂഷയിൽ പുറത്തുനിന്ന് ഒരു വ്യക്തിയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ എന്ത് നല്ല മനുഷ്യരാണെന്നറിയോ. സ്വത്രം ചെയ്താട്ടെ. എവിടെയെങ്കിലും കാലയെ വാരിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചെളി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവിന് നന്ദി.
ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പോരാ, ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച. ഒരു കൂട്ടത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു ഇതൊന്നും ശരിയായ കാര്യമല്ല, ഇത് മൊത്തം ഭൂതമാണെന്ന് പറഞ്ഞു, പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ യേശു പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞു. എൻ്റെ പിതാവ്, ആരും കേട്ടില്ല. എൻ്റെ പിതാവ് പോരാ, എൻ്റെ പിതാവ് പോരാ, എൻ്റെ പിതാവ് അത് നിന്റെ അകത്ത് കയറി നീ രക്ഷപ്പെട്ടു. ചെങ്കടൽ കീറിയതോടെ പുള്ളി എല്ലാം പെൻഷൻ പറ്റി ഇരിക്കുന്നില്ല. എരിഹോവ് തകർത്തതിലൂടെ പുള്ളി പെൻഷൻ പറ്റി ശക്തി കുറഞ്ഞിട്ട് പണ്ടത്തെ കാര്യം പറഞ്ഞിരിക്കുന്നില്ല. പല്ല് കൊഴിഞ്ഞ, സ്തോത്രം ആമേൻ, വൃദ്ധനായ ഒരു 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 ഒന്നിന് കൊള്ളാത്ത പെൻഷൻ പറ്റിയ ഒരു ദൈവമല്ല അവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും. കൈകളെ ഉയർത്തിയാമേ. ഇന്ന് ചിലർ ദൈവപ്രവൃത്തി കാണാൻ പോകുക. ടുഡേ, ഇന്ന്, ഇന്ന് അല്ല ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ, കാലുകൾ കൈകൾ നിവർന്നു വരട്ടെ, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരട്ടെ, നടക്കാൻ പറ്റാത്തവർ തുള്ളി ചാടട്ടെ, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നും നീ പ്രവർത്തിക്കുന്നു, ഇന്നും നീ പ്രവർത്തിക്കുന്നു. ഇതിന്റെ മുകളിലൂടെ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ദൈവികമായ പുതപ്പ് ഇന്ന് പകൽ ഇതിന്റെ മുകളിലൂടെ വീഴുകയാണ്, കടന്നു പോകുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിതുമ്പലുകൾ ആലയത്തെ നിറച്ചിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചിലരുടെ ശരീരത്തിലൂടെ അവന്റെ വസ്ത്രം, തേജസിന്റെ വസ്ത്രം, അവൻ രക്ഷയുടെ വസ്ത്രം കടന്നു പോകുകയാണ്. റിസീവ്, റിസീവ്. അത്ഭുതങ്ങളെ സ്വീകരിക്കുക, വിടുതലുകളെ സ്വീകരിക്കുക. തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുക. ആ രോഗം മാറിയിരിക്കുന്നു, ആ കെട്ട് പൊട്ടിയിരിക്കുന്നു, ആ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു, ആ ശക്തി ഇളകിയിരിക്കുന്നു, ആ ദുരാത്മാവ് പോയിരിക്കുന്നു. In the mighty name, കരകളെ തട്ടി റിസീവ്, റിസീവ്, റിസീവ്. ശക്തി വ്യാപരിക്കട്ടെ. ആ കെട്ടുകൾ പൊട്ടട്ടെ, ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ആ രോഗങ്ങൾ മാറട്ടെ, ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ആ ശാപങ്ങൾ അഴിയട്ടെ, ആ വന്ധ്യതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശക്തി, ശക്തി. ആരെയും ശ്രദ്ധിക്കരുത്. ഒരു ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് അടിക്കുന്നു, ഒരു ഭയങ്കര ദൈവശക്തി ഇതിനകത്തേക്ക് കയറുന്നു. ഇതിനകത്ത് ചിലരെ നോക്കി ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഇപ്പോൾ 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 പോരാ, പോരാ, പോരാ. കൈകളെ തട്ടി, കൈകളെ തട്ടി. യെസ്, ചിലർ ഇപ്പോൾ വിടുവിക്കപ്പെടും. കൈവശങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മന്ത്രവാദങ്ങളാൽ തകർന്ന കുടുംബങ്ങൾ പുറത്തു വരട്ടെ, കുടുംബ ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്ഥിരമാകട്ടെ. തലമുറയെ കുരുക്കിയ കുരുക്കുകൾ അഴിയട്ടെ. എന്റെ യേശു ഇപ്പോഴും പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. Receive, receive, receive. ദൈവമക്കളെ സ്വീകരിച്ചേ, സ്വീകരിച്ചേ, സ്വീകരിച്ചേ. മക്കളെ സ്വീകരിച്ചേ, സ്വീകരിച്ചേ. എൻ്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു, എൻ്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. എൻ്റെ കർത്താവ്, ഹേ, കൈകളെ അടിച്ച്, കൈകളെ അടിച്ച്. എൻ്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. എൻ്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. എൻ്റെ കർത്താവ് ഇന്നും നിറയ്ക്കുന്നു. എൻ്റെ കർത്താവ് ഇന്നും അഭിഷേകം ചെയ്യുന്നു. എന്റെ കർത്താവ് ഇന്നും പേർ ചൊല്ലി വിളിക്കുന്നു. എന്റെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. എന്റെ കർത്താവ് ഇന്നും വഴി തുറക്കുന്നു. ഹല്ലേലൂയ. ചിലർ ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞിരിക്കുന്നു. കൈകളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശു, യേശു, യേശു ആരിലും വലിയവൻ. യേശു, യേശു, ഓ റബക, ഓ യേശു. ഒരിക്കൽ കൂടെ പറഞ്ഞ യേശു, യേശു. കൈകളെ ഉയർത്തി യേശു, ഓ യേശു വലിയ, ഓ യേശു. എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. പറഞ്ഞ എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ശബ്ദം ഉയർത്തി പറ, എന്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച, എന്റെ ദൈവം. ഹല്ലേലൂയ. എന്തായി കർത്താവ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഒത്തിരി പേർ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്തോണം. വിടുതലുകൾ ഭയങ്കരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. Come on, come on. ജനത്തോട് പറയണം, ഒരു ദൈവമുണ്ട്. ജനത്തോട് പറയണം, ഓർക്കെ പറഞ്ഞേ, ഒരു ദൈവമുണ്ട്. വീണ്ടും ജനത്തോട് പറയണം, ഒരു വിടുതലുണ്ട്. പിന്നെ ജനത്തോട് പറയണം, നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. കേട്ടില്ല? നിങ്ങൾക്കൊരു, മക്കളെ 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 വാഗ്ദത്തം ഉണ്ട് കേട്ടോ. നീ ഇവിടെ തകർന്ന് തീരത്തില്ല. പറഞ്ഞില്ല, നീ ഇവിടെ ഉറക്കെ പറ, തകർന്ന്. വാഗ്ദത്തമുണ്ട്. ജനത്തോട് പറയണം, ജനത്തോട് പറയണം, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു, ഇത് പ്രവചിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ജനത്തെ നോക്കി പ്രവചിക്കുക, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. തീർന്നില്ല, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ആമേൻ. നീ ജനിക്കുന്നതിന് മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്കൊരു വാഗ്ദത്തം ഞാൻ തന്നെ ഇറങ്ങി വന്ന് ഉടമ്പടി ചെയ്തൊരു വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തം എന്ന് അറിയാമോ? 400 വർഷം കഴിഞ്ഞ്, ആമേൻ, ഞാൻ ആ ജനത്തെ അവിടെ നിന്ന് പൊന്നും വെള്ളിയോടും ബഹുസമ്പത്തോടും കൂടെ പുറത്ത് കൊണ്ടുവരും. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, ചിലരുടെ വാഗ്ദത്തത്തിന്റെ സമയമായിരിക്കുന്നു. ഞാനത് ആത്മാവിൽ പ്രവചിച്ച് ചിലരുടെ മേൽ ഇടുകയാണ്. ചിലരുടെ വാഗ്ദത്തത്തിന്റെ സമയമായി. കൈറോസ്, ദൈവത്തിന്റെ ടൈം. കൈകളെ ഉയർത്തി ആമേൻ. ജനത്തോട് പറയണം, നിങ്ങൾക്കൊരു, ഞാനിവിടെ നിന്ന് ഒത്തിരി നിൽക്കുന്നില്ല, 2 കാര്യങ്ങളൊന്ന് തൊടണം. പിന്നെ ജനത്തോട് പറയണം, നിങ്ങൾക്കൊരു ദേശമുണ്ട്. പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അളവ് നൂൽ പിടിച്ച് അതിര് തിരിച്ച്. ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ, ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. അളവ് നൂൽ പിടിച്ച് അതിർ തിരിച്ച് അതിരിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചൊരു ദേശമുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നത് ആത്മീയമായിട്ടുമുണ്ട്, ഭൗതികമായിട്ടുമുണ്ട്. രണ്ടിനെയും കയറി പിടിച്ചോ. നിങ്ങൾക്കുള്ള ദേശത്തിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ്. 2025 ചില ദേശങ്ങളെ ഒറ്റുനോക്കുകയും
അതിനകത്ത് അവകാശങ്ങൾ വെക്കുകയും അതിനകത്ത് ചിലത് വിതയ്ക്കുകയും അതിനെ നിങ്ങൾ ആത്മാവിൽ കൈയടക്കുകയും ചെയ്യുന്നത് ദൈവനെ കാണിക്കുന്നു. റബ്ബറുകൾ കൊണ്ട് നിറഞ്ഞൊരു ദേശം അത് ദൈവം നിങ്ങൾക്കായി തരുന്നു എന്ന് കർത്താവ് പറയുന്നു. കൈകളെ അടിച്ചാവേ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം. രണ്ട് കാര്യം കൂടെ പറയണം. ദയവായിട്ടിരിക്കാമോ? സമയം കഴിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. 1:30 എന്നോട് സോറി കേട്ടോ. ഇങ്ങോട്ട് കയറി വരുമ്പോ ഒന്നും കേൾക്കത്തില്ല, കാരണം പേടിച്ചാ കയറി വരുന്നേ. ചേർന്നൊരു ആമയും പറഞ്ഞാട്ട് ഇച്ചിരി ക്ഷമിക്കും, ഇച്ചിരി കൂടിയാലും ക്ഷമിച്ചോണം. ഹല്ലേലൂയ. കർത്താവ് ഇടപെടട്ടെ. സംസാരിക്കാൻ പോ. ഒന്ന്, നീ മരുഭൂമിയിൽ ചിലത് വിളിച്ചു പറയണം. ഒന്നുമില്ലാത്ത ഇടങ്ങളെ നോക്കി നീ വിളിച്ചു പറയണം. 2, ജനത്തോട് നീ സംസാരിക്കണം. ഇനി അടുത്തൊരു കാര്യം പറയാണ്, നീ ജനത്തോട് മാത്രം സംസാരിച്ച് നിൽക്കരുത്. നീ അടുത്തൊരു മണ്ഡലത്തിൽ കയറി നിൽക്കണം. അതേതാണെന്നറിയുമോ? നീ ഫറവോനോട് സംസാരിക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതാണ്, ഈ ഫറവോൻ എന്ന് കാണിക്കുന്നത് ഒരു ദുരാത്മ മണ്ഡലമാണ്. ജനത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, ജനത്തിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, ജനത്തിന്റെ സന്തോഷം, ജനത്തിന്റെ സ്വാതന്ത്ര്യം, ജനത്തിന്റെ സമാധാനം, ജനത്തിന്റെ സമ്പത്ത് ഒക്കെ പിടിച്ചു വെക്കുന്ന ഒരു ദുരാത്മ തലമുണ്ട്. മോശയോട് പറയാണ്, നീ ജനത്തോട് മാത്രം സംസാരിച്ചും നീ മൂപ്പന്മാരോട് മാത്രം സംസാരിച്ച് നീ സംസാരിക്കേണ്ടവനോട് സംസാരിക്കാതെ വരരുത്. ഒരു വെല്ലുവിളിയുടെ ദുരാത്മ തലമുണ്ട്. നീ അവിടെ ചെന്നൊന്ന് നിവരെ നിൽക്കണം. ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളോട് നീ കയറി നിന്ന് ആത്മാവിൽ ഗർജിക്കേണ്ട ഒരു സമയമായെന്ന് കർത്താവ് എന്നോട് പറയുന്നു. ചില ദുരാത്മ മണ്ഡലങ്ങളെ നോക്കി നീ ആത്മാവിൽ എല്ലാവരും സ്തോത്രം പറഞ്ഞ് സ്തോത്രം. ജനത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, ജനത്തിന്റെ ഉയർച്ചകളെ പിടിച്ചു വച്ചിരിക്കുന്ന, ജനത്തിന്റെ നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ നോക്കി ചിലതിനെ അഴിച്ചുവിടാൻ നീ ആത്മാവിൽ കൽപ്പിക്കണമെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. ആത്മയുദ്ധത്തിന് വേണ്ടി ഇന്ന് പകൽ ഈ സഭ എഴുന്നേറ്റ് വരട്ടെ. ഇരുട്ടിന്റെ കോട്ടകളിലേക്ക്, ഇരുട്ടിന്റെ കൊത്തളകളിലേക്ക്, ദുരാത്മാവിന്റെ ഇരിപ്പിടങ്ങളിലേക്ക് കയറി ചെന്ന് ആത്മാവിൽ ഗർജിക്കുന്ന ചിലരെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. വിടുക, 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 വിടുക. ജനത്തെ വിട്, ജനത്തെ വിട്, ജനത്തെ വിട്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ, ആത്മാവിൽ പോരാളികൾ എഴുന്നേൽക്കട്ടെ, പോരാളികൾ എഴുന്നേൽക്കട്ടെ, യുദ്ധം ചെയ്യുന്നവർ എഴുന്നേൽക്കട്ടെ, പോരാളികൾ എഴുന്നേൽക്കട്ടെ, യുദ്ധം ചെയ്യുന്നവർ എഴുന്നേൽക്കട്ടെ. പോരാളികൾ, 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 യുദ്ധം ചെയ്യുന്ന പോരാളികൾ, പ്രാർത്ഥന പോരാളികൾ, ദേശത്തെ പിടിച്ചടക്കുന്ന പോരാളികൾ, ഇരുട്ടിന്റെ മണ്ഡലത്തോട് ഗർജിക്കുന്ന പോരാളികൾ. ഒന്ന് ആത്മാവിൽ കരമടിച്ച് ആത്മാവിൽ യുദ്ധം ചെയ്യുക. യുദ്ധം, യുദ്ധം. ഇരുട്ടിന്റെ മണ്ഡലത്തോട് ഗർജിക്കുന്ന ചില സിംഹത്തിന്റെ ഗർജനമുള്ളവർ എഴുന്നേൽക്കട്ടെ. കൈകളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഇതിനകത്ത് ചില പോരാളികൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ തവിടുപൊടിയാക്കുന്ന ചില ദുരാത്മ ഈ ദേശത്തിന്റെ ചില ആധിപത്യങ്ങൾ തകർന്നിരിക്കും,
ജനത്തെ കൂട്ടം കൂട്ടമായി പിടിച്ചു വച്ചിരിക്കുന്ന ചില ദുഷ്ടമണ്ഡലങ്ങൾ തകർന്നിരിക്കും. മോശേ, നീ ഫറവോനോട് സംസാരിക്കണം. മോശേ, നീ ഫറവോനോട് സംസാരിക്കണം. വിട് ജനത്തെ. Come on. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. നീ ഒരു പടയാളിയാ, അല്ല നീ ഒരു പോരാളിയാ. ആമേൻ പറയോ? നീ ഒരു പടയാളിയാ. ഉറക്കെ പറഞ്ഞ, നീ ഒരു പോരാളിയാ. നീ ഫറവോനോട് സംസാരിക്കണം. ഞാൻ ഈ പറയുന്ന ദൂതുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പൈശാചിക മണ്ഡലത്തോട് നീ ആത്മാവിൽ സംസാരിക്കുന്നവളാകണം. നിന്റെ തലമുറകളെ പിടിച്ചു വച്ചിരിക്കുന്ന, നിന്റെ സമ്പത്തിനെ പിടിച്ചു വച്ചിരിക്കുന്ന, നിന്റെ സമാധാനത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, നിന്റെ ഉയർച്ചകളെ പിടിച്ചു വച്ചിരിക്കുന്ന, അതിന്റെ മുകളിൽ ഭരണം നടത്തുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളോട് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, വിടാൻ പറയണം. ആദ്യം കേൾക്കത്തില്ലെന്ന് നിനക്ക് തോന്നും, ആദ്യം നടക്കത്തില്ലെന്ന് തോന്നും, എന്നാൽ അടുത്ത ദിവസങ്ങൾ മുതൽ അത്ഭുതങ്ങൾ ആരംഭിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ പോരാളികളാ. കേട്ടില്ല? പോരാളികളാ. മരണം വരെയും ചിലതിനോട് പല്ലും നഖവും വെച്ച് നീ എതിർത്ത് നിന്നിരിക്കണം. തലമുറകളെയും കുടുംബത്തെയും ഒക്കെ അടിച്ച് അമർത്തി വെച്ചിരിക്കുന്ന ചില ശാപങ്ങളെ, ചില പാരമ്പര്യങ്ങളെ, ചില ദാരിദ്ര്യങ്ങളെ, ചില വാഴ്ചകളെ നീ വിട്ടുകൊടുക്കാനും അതിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനും നീ നിൽക്കരുത്. പോരാടണം. നിന്റെ തലമുറയിൽ ചില ഒഴുക്കുകൾ അവസാനിക്കണം. അപ്പന്മാർ മുതൽ തുടങ്ങിയ ചില പൈശാചിക മണ്ഡലത്തിന്റെ വാഴ്ചകൾക്ക് അറുതി വരുത്തുന്ന ഒരു ഫിനാഹാസായി നീ ഇന്ന് പകൽ എഴുന്നേറ്റ് വരണം. ചിലത് നിൽക്കും, ചിലത് നിർത്തും, ചിലത് നിൽക്കും, ചിലത് നിർത്തും, ചിലത് തകർക്കും, ചിലത് തകരും, ചിലത് ഉടയ്ക്കും, ചിലത് ഉടയും. ഒരു യുദ്ധം 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 ചെയ്യാൻ. ആമേൻ. രോഗം ദൈവം ഒരിക്കലും തരത്തില്ല. പിന്നെ ദൈവം നിനക്ക് രോഗം തന്നിട്ട് അവൻ എന്നാ സന്തോഷം? കടം തരത്തില്ല. അത് വരുന്നുണ്ടെങ്കിൽ അറിവില്ലായ്മകൾ, വചനത്തിന്റെ തെളിവുകളില്ലായ്മയായിരിക്കും. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നമുക്ക് തരാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ ചുമക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇച്ചിരി നിന്റേത് മാത്രം അവിടെ വെച്ച് ബാക്കി എല്ലാവരും ചുമന്നു. അങ്ങനെയൊന്നുമില്ല. ആമേൻ പറ. അങ്ങനെയൊന്നും. എൻ്റെ ആഗ്രഹം എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം വിടുവിക്കപ്പെടണമെന്നാണ്. അത് എനിക്ക് അതിനകത്ത് കൂടുതൽ. ഞാൻ അതുകൊണ്ട് വിടുതൽ ഇല്ലെന്നുള്ള 5 വാക്യം ഉണ്ടെങ്കിലും വിടുതൽ ഉണ്ടെന്നുള്ള 2 വാക്യം ഉണ്ടെങ്കിൽ അതേ പ്രസംഗിക്കൂ. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. കാരണം എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന ജനം, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിടുതലില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് വന്ന് വെറുതെ എന്തിനാ ഇരിക്കുന്നത്? അവർക്ക് ആ 100 മണിക്കും കണ്ടു പോയാൽ 300 രൂപയെങ്കിലും കിട്ടത്തില്ലേ? ആരും കേട്ടില്ല. ബ്രദറെ ഒരു വിടുതലില്ല അങ്ങനെ പറയുന്നവരുടെ പ്രസംഗം കേൾക്കരുത്. അവൻ്റെ വായിലുള്ള അവിശ്വാസം മൊത്തം കേൾക്കുകയും ചെയ്യണം, നിന്റെ സ്വത്രാഴ്ചയും കൊടുക്കണം. ആരുമില്ല. കേട്ടില്ല. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അങ്ങനെ ഉള്ള ആൾക്കാർ ഇവിടെ വരത്തില്ലെന്ന് എനിക്കറിയാം.
എനിക്ക് നന്നായിട്ട് അറിയാം. കൈകളെ അടിച്ചൊരു ആമയും പറഞ്ഞാട്ട്. എവിടെയെങ്കിലും വരികയാണെങ്കിൽ അന്ന് സഹോദരിമാരൊക്കെ 100 മണിയുള്ളവർ പൊക്കോണം, 300 രൂപയെങ്കിലും കൈ കിട്ടും. എന്തിനാ നിന്റെ വിശ്വാസത്തെ നീ പുഴുങ്ങി തിന്നുന്നേ? കേട്ടില്ല? ഹല്ലേലൂയ. ഓരോ ജനങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളൊക്കെ ഓരോ ദിവസങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, അവരെയൊക്കെ വേദനകൾ കേട്ട് കഴിഞ്ഞാൽ ഉറക്കങ്ങൾ നഷ്ടപ്പെടുക. നിങ്ങൾ മിണ്ടുന്നില്ല, ഉറക്കങ്ങൾ. ആമേൻ. രാത്രികൾ ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടെ അറിയാതെ മുട്ട് മടങ്ങിപ്പോകും. അവിടെ അവർക്ക് വേണ്ടി മെസ്സേജ് ഉണ്ടാക്കും. ആമേൻ. ഈ 2 ആഴ്ചക്കുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഏകദേശം 7-ലധികം പേരെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിച്ചു. 7-ലധികം പേരെ. അവരൊന്നും നിങ്ങളുടെ പലരുടെ അടുക്ക വരാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ അവിടെ വന്നിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വരാന്നേ? അവിടെ കഴിക്കാനൊന്നുമില്ല, അവിടെ ആകെ കിട്ടുന്ന മുറുക്കാൻ പൊതി മാത്രമേ ഉള്ളൂ. പിന്നെ നിന്റെ അടുത്ത് കഴിക്കാനുള്ളവർ എങ്ങനെ വരും? മുറുക്കാനുള്ളവർ വരും. കേട്ടില്ല? ആമേൻ. കൈകളെ ഒന്ന് ഉയർത്തി. ആമേൻ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം. നീ അതിനോട് സന്ധിയില്ലാത്തൊരു സമരം ചെയ്തിരിക്കണം. പ്രശ്നങ്ങൾ സഹിച്ച് ജീവിക്കാനല്ല ദൈവം തന്നെ വിളിച്ചത്, ജയിച്ച് ജീവിക്കാനാണ് ദൈവം തന്നെ വിളിച്ചത്. ഈ പ്രാർത്ഥന മടിയന്മാരൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇതെല്ലാം ദൈവം വെച്ചതാണ്, ദൈവം അനുവദിച്ചാണ്, ദൈവഹിതമാണ്, ശൂലമാണ്. പ്രാർത്ഥിക്കണ്ടല്ലോ. ആമേൻ. ദൈവം ശൂലം വെക്കുക, നീ തല കുനിഞ്ഞ് നടക്കാൻ അവൻ ഇഷ്ട. എൻ്റെ പൊന്നെ, യേശുപ്പൻ ഈ ഉലകത്തിലേക്ക് സ്വന്തം പിതാവ് അയച്ചത് എന്തിനാ? മനുഷ്യരെ രക്ഷിപ്പാൻ, നശിച്ചു പോകാതിരിക്കാൻ, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിന്റെ കെണിയിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവം തന്റെ പുത്രനെ ഉലകത്തിലേക്ക് അയച്ചത്. നീ അതൊന്ന് ക്ലെയിം ചെയ്യാൻ തയ്യാറാണ്, ആ വിടുതൽ നിന്റെ അടുക്കൽ വന്ന് ചിറക് വിരിച്ചു നിൽക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങ് പറയാം. നിങ്ങൾ ദൈവവചനത്തിലൊരു വചനത്തെ കളിയാക്കിയാൽ ആ വചനം നിങ്ങൾക്ക് അനുഭവിക്കാനേ പറ്റത്തില്ല. ചിലരിങ്ങോട്ട് വന്നു കയറിയ പിന്നെ ഒറ്റ പ്രസംഗമുള്ളവർ വാലെല്ലാം തലയാക്കും. ആ പറയുന്ന വ്യക്തിയുടെ വാക്ക് കേട്ടാൽ നമ്മൾ ഓർക്കും അത് പറഞ്ഞത് ഇവിടത്തെ ഏതോ മത്തായി ആണെന്ന് ഓർക്കുന്നേ. ആ വചനം ആരാ പറഞ്ഞേ? പറ. ദൈവമല്ലേ പറഞ്ഞേ? അപ്പൊ നീ പരസ്യമായിട്ട് കളിയാക്കുന്ന ആരെയാ? പോരാ, നീ പരസ്യമായിട്ട് കളിയാക്കുന്ന ആരെയാ? നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും പറഞ്ഞതാരാ? നീ കളിയാക്കുന്ന ആരെയാ? ഒരു മൈക്കും കിട്ടിയെന്ന് ഓർത്തോണ്ട് നീ വലിയ കാര്യങ്ങളൊന്നും പറയരുത്. ആരെയാണ് ആക്ഷേപിക്കുന്നതെന്ന് ഓർത്തോണം. ഞാൻ അടുത്തൊരു കാര്യം പറയാം. അങ്ങനെ ആ വചനത്തെ നമ്മൾ കളിയാക്കിയാൽ ആ വചനം ചലിക്കത്തില്ല. കാരണം വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് എന്തുണ്ട്? ആമേൻ പറ. വചനത്തിന് എന്തുണ്ട്? അതിനെ വിശ്വസിക്കുകയും നീ അതിനെ ഏറ്റെടുക്കുകയും ചെയ്താൽ ആ വചനം ജീവനുള്ളതാകയാൽ നിന്നിലേക്ക് വന്ന് ആ വചനം എന്തു പറയുന്നോ അത് നിവർത്തിച്ചിരിക്കും. പോരാ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തെ പോരാളി എഴുന്നേൽക്കണം. ഒന്നിനും വിട്ടുകൊടുക്കരുത്. പെട്ടെന്ന് ഞാൻ പറയാം, ഒന്നിനും പോരാടിക്കൊണ്ടിരിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാട്ടെ, അതിനകത്ത് ജയിക്കും വരെ പോരാടണം, ജയിക്കത്തില്ലെന്ന് തോന്നിയാലും പോരാടണം. 2 വാക്കാ ഞാൻ പറഞ്ഞ, ജയിക്കുവോളം പോരാടണം. ഉറക്കെ പറ. തോൽവി അനുവദിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവനായിരിക്കണം നീ. നിന്റെ അവസാന സെക്കൻഡ് വരെയും പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു പോരാട്ട വീര്യം. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഈ പിള്ളേർക്കൊക്കെ അറിയാം
ഈ ക്രിക്കറ്റ് കളിക്കുന്നവരറിയാം അല്ലേ? സ്തോത്രം. അവസാനം ഓരോ ഓവറുണ്ട്, 6 ബോള്. ജയിക്കാൻ 100 റണ്ണ് വേണം. അവസാനം ബാറ്റ് ചെയ്യുന്ന ആൾക്കറിയാം 6 സിക്സ് അടിച്ചാലും ജയിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങി വരുവോ? കേട്ടില്ല? അവൻ ഉറക്കം തൂങ്ങി വരുവോ? ഉറക്കം തൂങ്ങി വരുവോ? പറ. അവൻ പറയും ആമേൻ, ഇതിനകത്ത് 6 എണ്ണത്തെയും പറ്റിയാൽ 6 അടിക്കണം. തോറ്റാലും കുഴപ്പമില്ല, തോൽവിയുടെ വെയിറ്റ് കുറയ്ക്കണം. ആമേൻ പറയാൻ പറ്റുമോ? തോറ്റാലും കുഴപ്പമില്ല, പക്ഷെ 100 റണ്ണിൽ തോക്കാൻ മനസ്സില്ല. തോറ്റാൽ 40 റണ്ണിലേ തോക്കത്തുള്ളൂ. ഞാൻ തോൽവിയുടെ റൈറ്റ് കുറയ്ക്കും, അതിന്റെ ഖനം കുറയ്ക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ അകത്തെ പോരാട്ട വീര്യം അവസാനിക്കരുത്. ഹല്ലേലൂയ. ലാസ്റ്റ് ഓവറിൽ 6 സിക്സ് അടിച്ചാൽ ജയം ആഘോഷിക്കുകയില്ല. അതിനാമേൻ പറ. അവന്റെ അവസാനം അവന്റെ തലയ്ക്ക് കിട്ടുന്ന അടിയുണ്ടല്ലോ, നിന്റെ ജയത്തെ ആഘോഷിക്കത്തില്ല. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, നിന്റെ ജയത്തെ ആഘോഷിക്കത്തില്ല. ഇന്ന് ഇതിനകത്ത് പോരാളികൾ എഴുന്നേൽക്കട്ടെ, ഉച്ചത്തിൽ ഹല്ലേലൂയ. നിന്റെ കാലത്തിൽ ചില പൈശാചിക ഗ്രാഫുകളെ വലിച്ചിറക്കണം. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പിശാചിനോട് സംസാരിക്കണം. ആരുമില്ല ഇവിടെ, ആരുമില്ല. യേശുവിനോട് കൽപ്പിക്കാൻ മിടുക്കന്മാരുണ്ട് ഇവിടെ. പിശാചെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയോണം, നിങ്ങൾ നമ്മുടെ ഭയങ്കര ആത്മീയരൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ പാട്ടുമില്ല, ആരാധനയില്ല, ഒന്നുമില്ല. അന്ന് അടുത്തിരിക്കുന്നവർക്ക് ഭൂതമുളകട്ടെ, ഇവൻ എവിടെ നിന്ന് ആരാധിക്കുന്ന അറിയത്തില്ല. ആ ആരാധനയൊന്നും സ്നേഹത്തിന്റെ ആരാധനയല്ല. ഇവന് ആകെ പേടിയുണ്ടെങ്കിൽ പിശാചിനേ ഉള്ളൂ. കേട്ടില്ല. ആ ആരാധിക്കുന്ന എന്തിനാണെന്നറിയാമോ? ആരാധിച്ചില്ലെങ്കിൽ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വചനമല്ല, എവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമെന്ന്. കേറട്ടെ യേശുവിനകത്ത്. പോരാ, ക്ഷമിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന പൈശാചിക മണ്ഡലത്തോട് സംസാരിക്കണം. ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നത്, ചിലതിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ആമേൻ പറഞ്ഞില്ല? പിശാചിനോട് കമോൺ എതിർത്ത് നിൽപ്പീൻ. അത് നിങ്ങളെ വിട്ട് അത് കണ്ടാട്ടെ. ഒന്നുകൂടെ അത് ചിലതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. നീ വചനത്തോട് പ്രതികരിക്കുമ്പോൾ അകത്ത് നിന്ന്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ചിലതൊക്കെ ഇറങ്ങി ഇന്ന് പകൽ ഓടിയിരിക്കും. എതിർക്കുക. നീ ഫറവോനോട് സംസാരിക്കണം. നിങ്ങൾ സാത്താന്റെ വീടൊന്ന് നോക്കണം, അല്ലെങ്കിൽ സാത്താന്റെ അരമനയൊന്ന് നോക്കണം. കേട്ടോ? സാത്താന്റെ അത് മൊത്തം നിറഞ്ഞിരുന്നിട്ട് വീട്, ചിലരൊക്കെ നമ്മള് ഈ വഴിയോരത്തെ കടകൾ കാണത്തില്ല, കടയ്ക്കകത്ത് സാധനം വെക്കാൻ പറ്റാഞ്ഞിട്ട് ഫുൾപാത്തിലേക്ക് ഇറക്കി വെക്കും. ചില മിടുക്കന്മാരുണ്ട് ഫുൾപാത്തിൽ. അതിൻ്റെ ജനങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ കാല് വെച്ചാ പോണേ. കാരണം അകത്ത് സാധനം നിറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? പുറത്ത് വന്നിട്ട് പിന്നെ ചേട്ടാ ഒരു ഇന്ന സാധനമാണ്, നിൽക്കുക ഗോഡൌണിൽ പോയി എടുക്കും. ഇവിടെ ഇല്ലാത്ത വേറെ ഗോഡൌൺ വെച്ചേക്കുക. അതുപോലെ ആണ് സാത്താൻ. ഗോഡൌൺ എല്ലാം നിറച്ച് വെച്ചേക്കുക, ഫുൾപാത്തിൽ വരെ സാധനമാണ്. ഇനി അടുത്തൊരു കാര്യം പറയാം, നിങ്ങൾ കേട്ടോണം. ഒരു മൊട്ടുസൂചി പോലും അവൻ ഉണ്ടാക്കിയിട്ടുമില്ല. ആരും കേട്ടില്ല. അവൻ പറഞ്ഞേ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവന്റെ അരമന മുഴുവൻ എല്ലാ സാധനവും ആരുടെയാ? കേട്ടില്ല. ആരുടെയാ?
ആരുടെയാ? ദൈവത്തിന്റെ വീട്. ആരുടെ? നീ അനുഭവിക്കേണ്ട, നീ പ്രാപിക്കേണ്ട എല്ലാം അവൻ എടുത്തു വെച്ചേക്കുക. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, സ്തോത്രം, ബലാൽക്കാരികളെ പോലെ എത്ര പേർക്കൊന്ന് സ്തോത്രം, ബലവാൻ ആയുധം ധരിച്ച് കോട്ട കാത്തുകൊള്ളുമ്പോൾ അതിനെ ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിനേക്കാൾ ബലമേറിയ ചിലർ ചെന്നതിനെ പിടിച്ചടക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഒരു ആമേൻ പറ. RSV പാടിയതല്ലേ പറയണം. അവൻ നീ കൊണ്ടുപോയ നന്മകളെ ഇപ്പോൾ തന്നെ നീ മടക്കി തരണം. കൈകളെ ഒന്ന് തട്ടി പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. എനിക്കറിയില്ല, ചിലതൊക്കെ നിന്റെ കയ്യിലേക്ക് വഴുതി വീഴുകയാ. കൈകളെ തട്ടി ആമേൻ പറ. ഫറവോനോട് കൽപ്പിക്ക, വിട്. ഫറവോനോട് കൽപ്പിക്ക, വിട്. നീ അങ്ങനെ പറയാൻ തയ്യാറായാൽ നീ നിനക്കുള്ളതുമായിട്ടല്ല പോരുന്നത്, നീ കൊള്ളയടിച്ചോണ്ടേ വരത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഞാൻ ഇനി ഒത്തിരി പറയുന്നില്ല, ഇങ്ങനെ പോവും. പൈശാചിക മണ്ഡലത്തോട് സംസാരിക്കണം. സെറുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? പറഞ്ഞില്ലേ, നീ ആര്? നിന്നെ ഉയർത്തത്തിൽ എന്ന് പറയുന്ന ശക്തി ആര്? നിന്നെ മുൻപോട്ട് വിടത്തിൽ നിന്ന് വാദിക്കുന്ന പ്രശ്നം ആര്? കൽപ്പിക്ക്, നീ സമഭൂമിയാകും. കൃപ കൃപ എന്നാർത്ത് കൊണ്ട് ഞാൻ അതിന്റെ മേൽ ആണിക്കല്ല്. ഈ ചർച്ചിനകത്ത് ഭയങ്കര പോരാളികൾ എഴുന്നേൽക്കാൻ പോകുകയാ. ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന പ്രാർത്ഥന പോരാളികൾ ഈ സഭയ്ക്കകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. പൈശാചിക മണ്ഡലത്തെ അവൻ കീഴ്മേൽ മറിക്കുന്ന പാസ്റ്ററുടെ പ്രാർത്ഥനയുടെ വലയം വർദ്ധിക്കപ്പെടാൻ പോകുന്നു. പ്രാർത്ഥനയുടെ സപ്പോർട്ട് ശക്തമാകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പോരാളികളുടെ നടുവിൽ യാത്ര ചെയ്യാൻ പോകുകയാണ്. സഭയ്ക്കകത്തെ പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കട്ടെ. ഞാൻ ഇന്ന് ആത്മാവ് പറയും, പിശാചാണ് നിന്റെ നന്മ തടഞ്ഞെങ്കിൽ 100% ഉറപ്പാണ് പറയുന്നു, അത് ഈ ദിവസങ്ങൾ തിരിച്ചു വന്നിരിക്കും. മിണ്ടുന്നില്ല. ഏതെങ്കിലും മന്ത്രവാദമാണ്, ഏതെങ്കിലും ആഭിചാരമാണ്, ഏതായാലും പിശാചാണ് നിന്റെ നന്മയെ തടഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തെ വിശ്വാസമില്ലെങ്കിലും എനിക്ക് എൻ്റെ അധികാരത്തെ വിശ്വാസമുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ജനത്തിന്റെ നന്മയെ തടഞ്ഞ പൈശാചിക മണ്ഡലമേ, യേശുവിന്റെ നാമത്തിൽ ആ നന്മകളെ വിട്ടുകൊടുക്കുക. കൈകളെ ഉയർത്തിയത് സ്വീകരിക്ക. ഒരിക്കൽ കൂടെ ആമേൻ. ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. 2 കാര്യം പറയാനുണ്ട്, പക്ഷെ ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. പറയാനുള്ള ഒരു കാര്യം 2 സെന്റൻസ് ആയിട്ട് പറയാം. ഒരു കാര്യം ഇച്ചിരി നേരം പറയും, ക്ഷമിക്കണം. നിങ്ങൾ ദൂതന്മാരോട് കൽപ്പിക്കണം. എന്ത് ചെയ്യണം? കാരണം അവരെല്ലാം നിങ്ങളെ സേവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. വാ തുറന്ന ദൂതന്മാരോട്, അവൻ നിങ്ങളുടെ സേവക ആത്മാക്കളാണ്. നിങ്ങളുടെ വായിൽ നിന്നൊന്ന് പുറപ്പെട്ടാൽ അതെടുത്തുകൊണ്ട് ഓടാൻ നിൽക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ. കയറുന്നു, ഇറങ്ങുന്നു. കേട്ടില്ല? കയറുന്നു. ഓ ജീസസ്. പക്ഷെ എനിക്ക് ഒരൊറ്റ വാക്ക് നിങ്ങളുടെ ഉള്ളത്തോട് പറഞ്ഞു നിർത്തണം. നിങ്ങളത് ഏറ്റെടുത്തോണം. അത് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായമാണ്. 37-ാം അധ്യായമാണ്. ആ 37-ാം അധ്യായത്തിൽ യെഹെസ്കേലിനോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ, കേട്ടില്ല? ആമേൻ. പോരാ. അപ്പോൾ പറയുന്നു, വിശദീകരണം കൂടാതെ പറയുന്നു, നീ അസ്ഥികളെ നോക്കി
ഞാൻ പെട്ടെന്ന് ഈ വാക്ക് പറഞ്ഞിരിക്കാം. പ്രവചിച്ചപ്പോൾ അസ്ഥികൾ വന്നു, പ്രവചിച്ചപ്പോൾ മാംസം വന്നു, പ്രവചിച്ചപ്പോൾ നരമ്പുകൾ പറഞ്ഞേ വന്നു, പ്രവചിച്ചപ്പോൾ ജീവൻ. നിങ്ങളെ കേൾക്കുന്നില്ല? പറ, വന്നു. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതെല്ലാം വന്നുകൂടി ഒരു സൈന്യമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ കാണുന്നതല്ല പ്രവചിക്കണ്ടേ. കേട്ടില്ല? കാണുന്നതല്ല, പറ, കാണുന്നതല്ല പ്രവചിക്കേണ്ടത്. അടുത്ത വാക്ക്, കാണാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കാണുന്നതല്ല പ്രവചിക്കേണ്ടത്. ഉറക്കെ പറ, എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾ പ്രവചിക്കണം. ഈ ഒരൊറ്റ ദൂതിൽ നിർത്താം. ആത്മമണ്ഡലത്തെ നോക്കി വിളിച്ചു വരുത്തണം. എത്രപേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? ഞാൻ ഈ ഒരു ആത്മതലങ്ങളിലെ കർത്താവ് എന്നെ ഈ സമയങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഈ വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ എല്ലാ ഉയർച്ചയും വരുന്നത് ഉയരത്തിൽ നിന്നാ. എന്റെ സഹായം, ഉറക്കെ പറ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരങ്ങളും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ആമേൻ പറഞ്ഞില്ല? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ ഉദ്യാനം വനമായി എണ്ണപ്പെടും. സ്തോത്രത്തെ ആമേൻ പറയുന്നു. ആമേൻ. തെക്ക് നിന്നല്ല, വടക്ക് നിന്നല്ല, കിഴക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം ഇരിക്കുന്നത് സ്പിരിച്വൽ റിലത്തിലാണ്. ആമേൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്പിരിച്വൽ വേൾഡിലുണ്ട്. ആമേൻ. അസ്ഥിയുണ്ട്, നരമ്പുണ്ട്, മാംസമുണ്ട്, ത്വക്കുണ്ട്. പറഞ്ഞു, നിങ്ങൾ എത്ര പേർ ഈ ആത്മലോകത്തെ വിശ്വസിക്കുന്നു? എത്ര പേർ ആമേൻ പറയും? അതുണ്ട് അവിടെ. പോരാ, അതവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുത്തന്റെ വിശ്വാസം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പറഞ്ഞു വിളിച്ച് വരുത്തുന്നവൻ. കൈകളെ തട്ടാൻ. നിന്റെ കുടുംബത്തിൽ വേണ്ടതൊക്കെ നീ വിളിക്കണം ആത്മമണ്ഡലത്തിൽ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. വെളിച്ചമുണ്ടാകട്ടെ, വേർതിരിയട്ടെ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ പറയാൻ പറ്റും? നിനക്ക് ഉള്ളതെല്ലാം ഉണ്ട് ആത്മമണ്ഡലത്തിൽ. നീ വാ തുറന്ന് വിളിക്കുമ്പോൾ അത് വരും. അതിന്റെ അർത്ഥം അതെവിടെ ഉണ്ട്.